Good evening, everyone, and may happy New Year wishes to all my beloved peoples. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. എങ്ങനെയായിരിക്കണം നമ്മുടെ 2025 എന്ന് നമുക്ക് കൃത്യമായി അറിയാം. കുറച്ചും കൂടി ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാനാണ് ഇന്ന് നമ്മളോട് ഇരിക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത എല്ലാ നല്ല കാര്യങ്ങളും, ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാതിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ഈ 2025 അനുഭവിക്കണം, ചെയ്യണം, അറിയണം, ജീവിക്കണം. ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്യാപ്സൂൾ എടുത്ത് കഴിക്കാം. എന്നിട്ട് ക്ലാസ്സിൽ തുടങ്ങാം. പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അല്ലെ, എവിടെയൊക്കെയോ എന്തൊക്കെയോ ചേരുംപടികൾ ചേർത്ത് പോകാം. ഞാൻ എന്നും പറയാറുള്ള പോലെ നമുക്ക് എഴുതാത്ത പേജുകളുള്ള പുസ്തകമല്ല നമുക്ക് ആവശ്യം, എഴുതിയ പേജുകളുള്ള പുസ്തകങ്ങൾ മറിച്ച് 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 പോകാം. അങ്ങനെയാണെങ്കിൽ എത്ര പേജുള്ള പുസ്തകം നിങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്? എല്ലാവരുടെ കയ്യിലും പുതിയ നോട്ട് പുസ്തകം ഉണ്ടാവും. 365 പേജ് അതിനകത്ത് കൃത്യമായി എഴുതാനെങ്കിലും വേണം, അല്ലെ? അത് വളരെ കൃത്യമായി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കൊച്ചിനെ പോലെയാണ്. കുട്ടികളുടെ കൂടെ കളിച്ച് രസിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിന്റെ കുറച്ച് ഹാങ് ഓവർ ഉണ്ടാവും, ചിലപ്പോൾ പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ ചേർന്ന് പോകും. അവരുടെ കൂടെ മെഴങ്ങി കളിച്ച് രസിച്ച് വന്നുകൊണ്ടാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോ ഇവിടെ സീരിയസ് ആയാൽ പറ്റൂല്ലേ? ഇവിടെ ആരാണുള്ളത്? ബിസിനസ്സുകാരാണ്, അല്ലെ? കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ മെനയുന്ന, കച്ചവടത്തെ പറ്റിയൊക്കെ അറിയുന്ന ബിസിനസ് മാഗ്നറ്റ്സുകളാണ് അധികം ഇരിക്കുന്നത്. മില്യൺസിന്റെ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സീരിയസ് ആണ്, അല്ലെ? പക്ഷെ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ, ചിരിച്ചും കളിച്ചുകൊണ്ട് എനിക്കത് പറയാനറിയില്ല. എനിക്ക് ഇങ്ങനെ പിടിച്ച് പറയാനറിയില്ല. ചിരിച്ച മുഖത്തോടെ ആരോട്, ഏത് തൊഴിലാളിയോടോ ഏത് കസ്റ്റമറോടോ പെരുമാറുന്നോ അവൻ നമുക്ക് ഓർഡർ തരും. മറ്റൊരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് ചിരിക്കണോ സീരിയസ് ആവണോ നിങ്ങൾ തീരുമാനിക്കാം. എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത്, ഞാൻ ചിരിച്ച് സംസാരിക്കണോ സീരിയസ് ആയിട്ട് സംസാരിക്കണോ? ഏതിലാണ് ബെനിഫിറ്റ് ഉണ്ടാവുക നമുക്ക്? അല്ലെ, അതിൽ പറയുന്ന ആൾക്കാരുണ്ടാവല്ലേ, ഇതെന്താ ഇങ്ങനെ ബിസിനസ് ക്ലാസ് ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ, അല്ലെ? യെസ്, നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ പോയാൽ മതി, അല്ലെ? പക്ഷെ കാര്യത്തിൽ ചിരിയിൽ അല്പം കാര്യം. ചിരിക്കണം, പക്ഷെ അതിൽ കാര്യം വേണം. നമ്മുടെ കാര്യത്തെ എത്തുമ്പോൾ ചിരിയൊക്കെ ചിരിയാണ്, കാര്യം മറന്ന് ചിരിക്കരുത്. ഇത് എവിടെയൊക്കെ പറ്റി പോയിട്ടുണ്ടെന്ന് അറിയോ? ജീവിതത്തിൽ പല സ്ഥലത്തും പോയിട്ട് ചിരിച്ചിട്ട് കാര്യം മറന്നു പോയ എത്രയോ ആൾക്കാരില്ല ഇവിടെ? പലപ്പോഴും ചിരിച്ചു കാണിച്ചപ്പോ എല്ലാം പോയി ചിരിയിലേക്ക്, അല്ലേ? അപ്പോ ഇത് കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം നമുക്കൂടെ. ഗോൾ സെറ്റിംഗ്സിൽ ഇന്നിപ്പോ നമ്മളിവിടെ 2 ക്ലാസ്സുകളാണ് ഒന്നിച്ച് നടക്കുന്നത്. ഗോൾ സെറ്റിംഗ്സും നമ്മുടെ ഒരു സെക്കൻഡ്, ഒന്നാം വിഷൻ ബോർഡിന്റെ ഗ്രൂപ്പിലേക്ക്, വിഷൻ ബോർഡ് 2ന്റെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഇട്ടോണ്ട് അവരോട് പറയും ജോയിൻ ആൾ എന്ന് പറയും. മറന്നുപോയി. വിഷൻ ബോർഡിന്റെ ക്ലാസ്സിലെ ആൾക്കാരെയും കൂടി ഇവിടെ ജോയിൻ. അപ്പോ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ 2 പേരും ഒന്നിച്ചല്ല, ക്ലാസ് 2ആയിട്ടാണ് നടക്കണേ. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യണം. 1-ാം തീയതി പുതിയ ആരംഭം നടത്തണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ 2 പേരും ഒന്നിച്ചിരുത്തിയത്. 2-2ആയിട്ട് തന്നെ ക്ലാസ് പോവുക. കാരണം വെച്ചാൽ ഇവിടെ ഗോൾ സെറ്റിംഗ്സിൽ ചെയ്യേണ്ടത് കുറച്ച് ചിരിച്ചും കളിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷെ മറ്റതിൽ പോകുമ്പോ, മറ്റതിൽ എന്താ ചെയ്യുമ്പോ ഗോൾ സെറ്റിംഗ്സിൽ ഇത് അങ്ങോട്ട് പോവില്ല, അല്ലെ? ബിസിനസ് ആകുമ്പോ ഒറ്റ പോക്കായി സാധനം ചിരിച്ചു കളിച്ചാല്. അപ്പൊ അത് കുറച്ചും കൂടി സീരിയസ് ആയിരിക്കണം. ഇത് അത്രയും സീരിയസ് ആണ്ട. ഇത് ലളിതമായി എഴുതി തയ്യാറാക്കിയാൽ മതി. പക്ഷെ അത് അവിടെയും ഗോൾ സെറ്റിംഗ് ചെയ്യും കേട്ടോ. ബിസിനസ് ഗോൾ സെറ്റിംഗ് വേറെ ചെയ്യുന്നുണ്ട്, ഇത് ഗോൾ സെറ്റിംഗ്സ് വേറെ ചെയ്യുന്നുണ്ട്. രണ്ടും രണ്ടായി ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും ഒന്നിച്ചാക്കുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ ഒന്ന് പരസ്പരം ഒരു പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നത്. പക്ഷെ ആൾക്കാർ പോരാ, എല്ലാവരും പങ്കെടുത്തിട്ടില്ല. അതിൽ 2ലുമുള്ള ആൾക്കാർ എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കൊന്ന് ആൾക്കാർ മിസ്സായി പോകുന്ന ലിങ്ക് അല്ലേ? ഒരു കോൾ അടിക്കാനൊക്കെ പറ്റുമോ ഒന്ന് അടിച്ചു നോക്കൂ. അഡ്മിൻസ് ഒന്ന് വരാത്തവരൊന്ന് ശ്രദ്ധിക്കൂ, എന്നിട്ട് അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയൂ എന്ന്. അപ്പോ നമുക്ക് ആദ്യത്തെ ഒരു സംഭവം ആലോചിച്ചേക്കാം. നമുക്ക് എന്തിനാണ് ഈ ഗോൾ സെറ്റ് ചെയ്യുന്നത്? നിങ്ങളെല്ലാം ഗോൾ സെറ്റിന് വേണ്ടി ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. എന്തിനാണ് ഈ സാധനം? ഇതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് നിങ്ങൾക്ക് അത് നേടിത്തരും? എങ്ങനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും?
ഞാൻ ചെറിയൊരു കഥ പറയാം. വളരെ ലളിതമായൊരു കഥയാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മൈക്കിൾ ഹെൽപ്സ് എന്ന് പറയുന്ന ഏറെ എക്കാലത്തെയും ഇതിഹാസമായ ഒളിമ്പിക്സ് താരം, പേരാണ് മൈക്കിൾ ഹെൽപ്സ്. എനിക്കൊന്ന് 10ഓ 12ഓ സ്വർണ്ണ മെഡലുകൾ ഒളിമ്പിക്സിൽ നേടിയ താരമാണ്. എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്തോന്ന് എനിക്കറിയില്ല, അത്രയും ഡീറ്റെയിൽസ് ഞാൻ പോയിട്ടില്ല. ഞാൻ കഥയിലേക്ക് മാത്രം പോരാണ്. തന്റെ 11ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു, ഞാൻ ഒളിമ്പിക്സ് മെഡൽ, ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ, ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന, സ്വർണ്ണ മെഡൽ നേടുന്ന ആളായിരിക്കും എന്ന് 11ാമത്തെ വയസ്സിൽ എഴുതി വെച്ചു. അത് എഴുതി വെച്ചു, അയാളങ്ങ് വിട്ടുപോയി. ആ സാധനം അതോട് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ഒരാളെ മാത്രമേ പറയുള്ളൂ. അതിനേക്കാൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ വേറൊരു പറയാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് സിനിമയിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള അർണോൾഡ് സ്കാവെഞ്ചർ. അദ്ദേഹം ഒരു റഷ്യൻ ഭൂപടത്തിന്റെ പിറകിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയിലിരുന്ന് എഴുതിയതാണ്. ഒരു ബന്ധവുമില്ല, ഹോളിവുഡ് സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യൻ വെറുതെ യാത്ര ചെയ്യുന്നതിനിടയിൽ റഷ്യ സന്ദർശിക്കാൻ പോയപ്പോ റഷ്യന്റെ ഭൂപടം എടുത്തിട്ട് അതിന്റെ പിറകിൽ എഴുതി വെച്ചതാണ്, ഞാൻ ബോളിവുഡിൽ ഏറ്റവും ഫേമസും ഏറ്റവും ശമ്പളം, അന്ന് പറഞ്ഞ $1 മില്യൺ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നടനാവും എന്ന് എഴുതി വെച്ച മനുഷ്യനാണ്. അതുപോലെ ഈ പറഞ്ഞ മൈക്കിൾ ഹെൽപ്സ് 11 വയസ്സുള്ളപ്പോൾ എന്റെ സ്വപ്നം എഴുതി വെക്കുകയും ഒളിമ്പിക്സിൽ സ്വർണം നേടുക, അത് മാത്രമല്ല മൈക്കിൾ ചെയ്തത്. അത് കഴിഞ്ഞ് മൈക്കിളിന്റെ കോച്ച് ബോബ് ബൗമൻ പറഞ്ഞത്, ദൃശ്യവൽക്കരണം നടത്തി കൊടുത്തത്, സ്വർണം നേടുക എന്നതല്ല, 100 മീറ്റർ ബട്ടർഫ്ലൈയിൽ വിന്നാവുക എന്നത് മാത്രമല്ല ലക്ഷ്യം, ആരും ഇതുവരെ ചെയ്യാത്ത 51 സെക്കൻഡിനകത്ത് അത് നേടുക എന്നുള്ളതാണ്. അത്രയും സ്പെസിഫിക് ആയി 100 മീറ്ററിൽ സ്വർണം നേടുക എന്നതിനപ്പുറത്തേക്ക് അതൊരിക്കലും ഇന്നേ വരെ ആളും ചെയ്തിട്ടില്ലാത്തായിരുന്നു. 51 സെക്കൻഡിൽ നേടുക എന്നുള്ളത് അത്രയും കൃത്യമായി എഴുതി വെച്ച് കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്ത്, ഓരോ കോച്ചിങ് തുടങ്ങുന്നതിന് മുമ്പും അവർ രണ്ടുപേരും ഇരുന്ന് ഈ സംഭവം വിഷ്വലൈസ് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണോ അവർ എഴുതി വെച്ചത് അത് അപ്രകാരം തന്നെ അവർ ജീവിതത്തിൽ നടന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കും അനുഭവമാണ്, എനിക്കും അനുഭവമാണ്. പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? പലർക്കും അത് പറയാൻ പറ്റും. പല സംഭവങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് നമ്മൾക്ക് ഇതിനകത്ത് ഒരു വിഷയം വരുന്നത് എന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. എവിടെയാണ് ഇതിനകത്ത് പ്രധാനമായ വിഷയം സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 250, 300, 400 ആൾക്കാർ ലൈവിൽ പങ്കെടുക്കുകയും നമ്മുടെ യൂട്യൂബ് ഒരു വീഡിയോ 100,000 ഒരു മാസം, 2 മാസം, ഒരു മാസം കൊണ്ടൊക്കെ 100,000 കൂടുതൽ നമ്മുടെ ക്ലാസ് ആൾക്കാർക്ക് കേൾക്കുകയും ചെയ്യുന്നതായിട്ട് പോലും, നമ്മൾ ലക്ഷ്യത്തെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പോയിട്ട് പോലും, ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമ്മൾ ഇതേ ക്ലാസ് ഇവിടെ ഓഫർ ചെയ്തിട്ട് പോലും 60, 70 ആൾക്കാർ മാത്രമേ ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ് മനസ്സിലാവും. ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ പങ്കെടുക്കാത്തത്. ഇവിടെ മാത്രമാണ് മനുഷ്യന്റെ പരാജയം. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, എത്ര പേർ അത് പരാജയപ്പെടുന്നു എന്നുള്ള പ്രധാനമായ വിഷയം നടക്കുന്നതാണ്. അത് അവരുടെ വിഷയമാണ്, നമ്മളെങ്കിലും വിഷയമില്ല. ഇല്ലെങ്കിൽ ഇത്ര ആൾ പങ്കെടുക്കുന്നില്ല. ഇത്രയും ആൾക്കാർ നിങ്ങളെല്ലാം പങ്കെടുത്ത് മറ്റൊരുക്ക് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്ര പേര് കയറിയത് നമ്മുടെ ലിങ്കിന്റെ വിഷയം ഉണ്ടായതുകൊണ്ടായിരിക്കില്ലല്ലോ, അവർക്ക് എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നിങ്ങളോട് ഓരോ ആളും ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ ആളെയും റിയലി അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങൾ അവരെ പോലെ, അതായത് നിങ്ങൾ 1000-ൽ ഒരുവനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. 1000-ൽ ഒരുവനായ ആൾക്കാർക്ക് മാത്രമേ ഗോൾ സെറ്റ് ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവുള്ളൂ. സീരിയസ് മനസ്സിലായത് നിങ്ങൾക്ക്? ഇതിന്റെ സംഭവം വളരെ ലളിതമാണ്. പക്ഷെ ചെയ്യാൻ മനുഷ്യൻ തയ്യാറല്ല. ആര് ചെയ്യാറില്ല? മനുഷ്യൻ ഇത് ചെയ്യാൻ തയ്യാറല്ല. ചെയ്യുന്നവൻ വിജയി ആയിരിക്കുമെന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ ആദ്യത്തെ വാചകം നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ. ആദ്യത്തെ വാചകം എഴുതി വെച്ചോളൂ, ഞാൻ
വിജയിയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിക്കാം. ഒരു ഡൗട്ടുമില്ലാതെ നിങ്ങൾക്ക് വിജയിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഞാൻ വിജയിയാണ്. ഇത് ഒന്നാമത് നിങ്ങൾ ഇന്ന് 1-ാം തീയതി തീരുമാനിച്ച കാര്യമാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലും എന്റെ വിട്ടുവീഴ്ചയില്ല. ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും. ഓരോ ദിവസവും വിജയിയായി. നിങ്ങൾ ഇപ്പൊ എന്താണ് നിങ്ങൾ ആരാണ് ഇപ്പോൾ? ഒന്ന് ടൈപ്പ് ചെയ്ത്, നിങ്ങൾ ആരാണ്? ആരാണ്? ആ ആ ആ ആ യെസ് യെസ് യെസ്. ഇത് ഉറപ്പിച്ചല്ലോ. ഇതിന് മാറ്റമില്ലല്ലോ. ബിസിനസ്സുകാരും മറ്റുള്ളവരും എല്ലാവരും ഒരേ ഒരു സംഭവമാണ്. ഇനി ഇത് എപ്പോ ഞാൻ ചോദിച്ചാലും ഒറ്റ മറുപടിയേ ഉള്ളൂ. നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ എന്റെ പേര് സുരേഷ്, എന്റെ പേര് രമ എന്ന് പറഞ്ഞേക്കരുത്. അത് ഇവിടെ ബാധകമല്ല. ഇവിടെ നിങ്ങളെല്ലാം ഒറ്റ ഒരാളാണ്. ഇത് മറക്കാതിരിക്കുക. നിങ്ങളെല്ലാം വിജയിയാണ്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് പഠിക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എഴുതണേ. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങളാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എടുത്തോളൂ. എന്താണ് എനിക്ക് 2025 വേണ്ടത്? ചോദ്യം എഴുതിക്കൊള്ളുക. ബിസിനസ്സുകാർ ബിസിനസ്സിൽ എഴുതിക്കോളൂ, മറ്റുള്ളവർ പേഴ്സണൽ എഴുതിക്കോളൂ. എന്താണ് എനിക്ക് 2025 വേണ്ടത്? ഒരു പേജോ 2 പേജോ അവിടെ വിട്ടോളൂ. ഒരു പേജിൽ എഴുതാൻ പറ്റുന്നതാണോ എന്നെങ്കിൽ ഒരു പേജിൽ എഴുതി. ഇത്ര എഴുതരുത് എനിക്ക് 1 കോടി വേണം എന്ന് മാത്രം എഴുതിയേക്കരുത്. അത് മൊത്തമായി എഴുതണം. എന്തൊക്കെ നിങ്ങൾക്ക് 2025 വേണം. ഇത് ഇപ്പൊ എഴുതണ്ട. ആ പേജ്, ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതി, ആ പേജിൽ അവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒരു പേജ് മതിയെങ്കിൽ മുകളിൽ അത് എഴുതി വെച്ചു. ഒരു പേജ് അല്ലെ, പുസ്തകം എടുക്കുക, ഒരു പേജ് എടുക്കുക, ഇവിടെ മുകളിൽ എഴുതി വെക്കുക. ഒന്നാമത്തെ ചോദ്യം, എന്താണ് എനിക്ക് 2025 വേണ്ടത്? ഞാനും എഴുതാല്ലേ നിങ്ങൾ കൂടെ തന്നെ? ഇങ്ങനെ എഴുതി വച്ചേക്കാം. അതിന് താഴോട്ട് നിങ്ങൾ എഴുതേണ്ടത് 5 പേജുകൾ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. ഒരു പേജിൽ ഒരു കാര്യം എന്ന് എഴുതി. ആദ്യത്തെ കാര്യത്തിന്റെ പേരാണ് സമ്പത്ത് എന്നത്. അതിന് താഴെ എഴുതുക സമ്പത്ത്. എന്തൊക്കെയാണ് സമ്പത്ത്? രണ്ടാമത്തെ പേജിൽ എടുക്കുക ആരോഗ്യം. മൂന്നാമത്തെ പേജിൽ എടുക്കുക ബന്ധങ്ങൾ. നാലാമത്തെ പേജിൽ എടുക്കുക വിനോദം. അഞ്ചാമത്തെ പേജിൽ എടുക്കുക ആത്മീയത അല്ലെങ്കിൽ മറ്റെന്ത് കാര്യം. ഇത് നിങ്ങൾ ഇരുന്ന് എഴുതിയേ പറ്റുള്ളൂ. ഇന്ന് നിങ്ങൾ ഇരുന്ന് എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല. 1 പോയിന്റ് ചിലപ്പോൾ കിട്ടും, 2 പോയിന്റ് കിട്ടും, 3 പോയിന്റ് കിട്ടും, ചിലവർക്ക് 10 15 കിട്ടും. കഴിഞ്ഞ വിഷൻ ബോർഡിൽ ഞാൻ എല്ലാവരോടും പറയും 25 കാര്യങ്ങൾ ഒന്നിൽ നിന്ന് എഴുതണം. 25 കാര്യങ്ങൾ നാലേക്കും 25ഒക്കെ എന്ത് എഴുതാനാണ് അങ്ങനല്ലേ? നിങ്ങൾക്ക് ആദ്യം തോന്നുമല്ലോ അങ്ങനെ. നിങ്ങൾ 25ന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യണം. ഇത് ആദ്യം ഞാൻ മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം ഉണ്ട് അവിടെ. ആ പേജിൽ എഴുതണം. ആ പേജിൽ ചോദ്യം മാത്രം എഴുതിയാൽ മതി കേട്ടോ. പിന്നെ അപ്പുറത്താണ് നിങ്ങൾ പേജുകൾ വിടുന്നത് കേട്ടോ. എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് ലത്തീഫ? ഞാൻ അതായത് നമ്മൾ എഴുതാൻ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ ആദ്യത്തെ ചോദ്യം, എന്താണ് എനിക്ക് 2025 വേണ്ടത്? ഇതാണ് ചോദ്യം. ഇതിന് ഉത്തരം 5 കാര്യങ്ങളിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 5 പേജുകളിലായിട്ട് അതിന്റെ ഉത്തരം എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് എനിക്ക് ലൈഫിൽ വേണ്ടത്?
ഈ ജീവിതത്തിൽ എനിക്ക് എന്താണ്? ജീവിതത്തിൽ ഞാൻ ആരായി തീരണം? ഞാൻ എന്താണ് ജീവിതത്തിൽ? ഹു ഐ ആം, ഹു ആം ഐ? ചോദ്യം അവനോട് ചോദിക്കുക, ആരാണ് ഞാൻ? നിങ്ങൾ ഇപ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ, ആരാണ് ഞാൻ എന്ന് ചോദിച്ചാ എന്റെ പേര് ലിസി, അത്രേ ഉള്ളൂ. ഇത് ആരാ ലിസി അതറിയില്ല അല്ലേ? എനിക്ക് തന്നെ അറിയില്ല ആരാ ലിസി എന്നുള്ളത്. ഞാൻ തന്നെ കണ്ണാടി നോക്കിയാൽ ലിസി ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. പക്ഷെ ലിസിയെ പറ്റിയിട്ടല്ല, ലിസിയല്ല ഉദ്ദേശിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ഒരാളെ പേര് ഇങ്ങനെ വിളിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പോയി കണ്ണാടി പോയിക്കുമ്പോ നീ ആരാ? ഞാൻ ദിനേശ്. എന്താ ദിനേശ് എന്താ? ഓ അതെനിക്കറിയില്ല. ഞാൻ ഭാര്യയാണ്, ഭർത്താവാണ്, അമ്മയാണ്, അച്ഛനാണ്, അഞ്ചു ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലേ? ഞാൻ ആരാണ്? സമ്പത്ത്, ആരോഗ്യം, വിനോദം, ബന്ധങ്ങൾ. ഒന്നാമത്തെ സമ്പത്ത്, രണ്ടാമത്തെ ആരോഗ്യം, മൂന്നാമത്തെ ബന്ധങ്ങൾ, നാലാമത്തെ വിനോദം, അഞ്ചാമത്തെ സ്പിരിച്വാലിറ്റി, ആത്മീയത, അവനവനെ അറിയുക. എനിക്ക് അതാണ് ചോദ്യത്തിന് ആദ്യം, ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഞാൻ എന്തായിട്ടാണ് അറിയപ്പെടേണ്ടത്? എന്റെ പേരിന്റെ കൂടെ എന്താണ് ഞാൻ ചേർത്ത് വെച്ച പേര്? എന്താണ് എന്റെ കൃത്യമായ നിർവചനം എന്ന് എഴുതി തയ്യാറാക്കും. ഇത് ബിസിനസ്സുകാരാണെങ്കിൽ നേരെ മാറും. ബിസിനസ്സിൽ ഞാൻ ആരാണ്? ബിസിനസ്സിൽ ഞാൻ എന്തു ചെയ്യുന്നു? എന്താണ് എന്റെ ബിസിനസിന്റെ പർപ്പസ്? ഇതേ സാധനത്തിന് ബിസിനസ് ഞാൻ നാളെ മറ്റൊരു കാര്യത്തിൽ പഠിപ്പിച്ചു തരാം. എന്താണ് എന്റെ ബിസിനസ് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്? ഇതിലൂടെ എന്ത് ലാഭമാണ് എനിക്ക് ഉണ്ടാവുന്നത്? എന്റെ പേര് എവിടെ വരെ എത്തും? സോ മെനി ക്വസ്റ്റ്യൻസ്. 2025 ഞാൻ എത്ര കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നു? എത്ര ലക്ഷത്തിന്റെ ബിസിനസ് ചെയ്യുന്നു? 2026 എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യുന്നു? അങ്ങനെ എന്റെ പേര് എന്തായിട്ടാണ് നിർവചിക്കേണ്ട മാർക്കറ്റിൽ? കൃത്യമാണ്. എന്നെ വിളിക്കപ്പെടുമ്പോൾ, എന്നെ ഒരാള് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ, ദിനേശ് മുങ്ങത്തിന്റെ ബിസിനസ്സുമായി ഓർക്കുമ്പോൾ എന്തായിരിക്കും അവർ ഓർക്കേണ്ടത്? നല്ല ഇന്ന ഫീൽഡിൽ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ അവർ ഓർക്കണം, ഇന്ന് പ്രൊഡക്റ്റ് വേണം, അത് ദിനേശിന്റെ അടുത്ത് പോയാൽ മതി കേട്ടോ. എന്നാണോ പറയാൻ പറ്റുന്നത് അതാണ് വിജയം. ഇന്ന് ആളെടുത്ത് പോയി, ഇപ്പൊ നിങ്ങൾ പറയും സാരി വേണം, അപ്പൊ ആദ്യം നിങ്ങൾ ഓർക്കുന്ന ആരെയാണ്? ഒരു സംശയമില്ലല്ലേ? കല്യാൺ സിൽക്ക്. ആദ്യം പറയും കല്യാൺ സിൽക്കിൽ പോവാം അല്ലെ? ഒരു ഡൗട്ടും ഇല്ല. ആർക്കും ഉണ്ടോ? അല്ലെങ്കിൽ പറയും പോത്തീസിൽ പോയാൽ മതി അല്ലെ? എങ്ങനെയാ സംജാത വന്നത്? പോത്തീസ് ഇഷ്ടം പോലെ സാരി കളക്ഷൻസ് ഉണ്ട് അല്ലെ? ഇഷ്ടമുള്ള മോഡൽ കിട്ടും. അങ്ങനെ നമ്മൾ നാളെ സീമ ബാംഗ്ലൂരിൽ നിന്ന് അച്ചാറിനെ പറ്റി ഓർക്കുമ്പോൾ സീമ ആൾക്കാർ പറയും ഫേഫിക്സ് ഒറ്റ ബ്രാൻഡേ ഉള്ളൂ, ഫേഫിക്സ് അച്ചാർ തന്നെ വാങ്ങിക്കണമെന്ന് ആൾക്കാർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ആ ബിസിനസിനെ എത്തിക്കണം. അതാണ് ലക്ഷ്യം. അപ്പോഴല്ലേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പേര്, നമ്മുടെ പേരുണ്ടാവുള്ളൂ അല്ലെ? ഷീമാട്ടി, നിങ്ങൾക്ക് ഇത് എറണാകുളത്തുള്ളവർ ആദ്യം ഓർക്കും സാരിയെ പറ്റിയോ ഡ്രസ്സിനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം ഓർക്കും ഷീമാട്ടി തന്നെ പോകണം അല്ലെ? എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാ? അവരാരായാലും അവര് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു അവിടെ അല്ലെ? ഇത് ശ്രദ്ധിക്കണം. ഇത് ബിസിനസ്സാണ്. അപ്പോ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് ലക്ഷ്യബോധം എന്താണ് വേണ്ടതെന്ന് കൃത്യമായി എഴുതി വെക്കും. ഇത് എഴുതി വെക്കാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? സമയമെടുത്ത് എഴുതി വെക്കാലോ. എഴുതിയവരുണ്ടാവും. നമ്മുടെ വിഷൻ ബോർഡ് ചെയ്തവർക്ക് അത് എഴുതാൻ നിൽക്കണ്ട. ഇനി അത് എഴുതിയത് ഓൾറെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ബിസിനസിന്റെ കാര്യമാണ്. വിഷൻ ബോർഡ് ചെയ്തവർ ആദ്യം വീണ്ടും ഈ ക്ലാസ്സിൽ വന്നിട്ടില്ല, ഗോൾ സെറ്റിംഗ്സിൽ വന്നവരില്ലല്ലോ, ഉണ്ടാവില്ല. നിങ്ങൾ ബിസിനസ് ക്ലാസ്സിലാണ് ഉണ്ടാവും. അപ്പൊ ബിസിനസ് ക്ലാസ്സിലേക്ക് മറ്റൊരു കാര്യം, ബിസിനസ് ക്ലാസ്സിലേക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എഴുതണം. അന്ന് അവിടെ എഴുതാത്തത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യം എഴുതണം. ഇനി നമുക്ക് എന്താണ് ഗോൾ സെറ്റിംഗ്സിന്റെ പ്രിൻസിപ്പിൾസ് എന്നറിയണം. എന്തൊക്കെ ഘടകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നെന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എഴുതി വെക്കണം. പക്ഷെ അങ്ങനെ വെറുതെ എഴുതി വെച്ചോണ്ട് കാര്യമില്ല. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ആയിരിക്കണം ഈ എഴുതുന്ന ഓരോ കാര്യങ്ങളും. സ്മാർട്ട് എന്ന് പറയുന്നത് കൃത്യമായ വ്യക്തമായ കാര്യമായിരിക്കണം എഴുതേണ്ടത്. വ്യക്തത നന്നായിട്ടുണ്ടാവും. എഴുതുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവും. എനിക്ക് എന്തോ ലഭിക്കണമെന്ന് ആരും എഴുതരുത്. എനിക്ക് ഇന്ന കാര്യം ലഭിക്കണമെന്ന് എഴുതണം. സ്പെസിഫിക് ആയിട്ട്. എനിക്ക് എന്താ പറയാ, എന്റെ ബിസിനസ് നന്നായി വളരണം എന്ന് ആരും എഴുതിയേക്കരുത്. ഈ നന്നായി വളരണം എന്ന് പറയുന്ന സാധനത്തിന് ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല. അതെങ്ങനെ? എന്റെ ബിസിനസ് ഇത്ര വോളിയത്തിൽ, ബിസിനസ്സിന് നമ്മളെപ്പോഴും കണക്കൂടുന്നത് എന്തിനാണ്? മണിയിലായിരിക്കും അല്ലെ? ബിസിനസ് എപ്പോഴും കണക്കൂടുന്നത് മണിയിലായിരിക്കും. അങ്ങനെ ബിസിനസ് എഴുതുന്നവര് എന്റെ ബിസിനസ് ഇത്ര ലക്ഷം രൂപയുടേതായിരിക്കണം. അല്ലെങ്കിൽ സമ്പത്തിന് എഴുതുന്നവര് എനിക്ക് മാസാമാസം ഇങ്ങനെ എഴുതും. ചില ആള് എനിക്ക് മാസാമാസം നല്ല വരുമാനം ഉണ്ടാവണം. ഇങ്ങനെ എഴുതരുത്. എനിക്ക് മാസാമാസം
ഇത്ര രൂപയുടെ വരുമാനം ഉണ്ടാവണം. എത്ര രൂപ? ഇത്ര രൂപ എന്ന് എഴുതണം. എന്നിട്ട് അടുത്ത് എഴുതാൻ എനിക്ക് വർഷാവർഷം വർഷത്തിൽ ഇത്ര രൂപ ഉണ്ടാവണം. ഇത് കൃത്യമായി എഴുതണം. അപ്പൊ മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ് സ്മാർട്ട് ആയിരിക്കണം. എല്ലാ എഴുത്തുന്നും സ്മാർട്ട് ആയിരിക്കണം ഫോർമാറ്റ്. എഴുതി വെച്ചോളൂ. എഴുതുന്നതെല്ലാം സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ട് എന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിന്റ് സ്പെസിഫൈ ആയിരിക്കണം. രണ്ടാമത്തത് അളന്നു മുറിക്കാൻ പറ്റുന്നതായിരിക്കണം. എമൗണ്ട് അല്ലെങ്കിൽ വിസ്തീർണം, ദൈർഘ്യം, ദീർഘം ഒക്കെ അതെല്ലാം കൃത്യമായിരിക്കണം. എന്നാണ് വേണ്ടത്, എനിക്ക് ഈ സംഭവം എന്നാണ് വേണ്ടത്, ഏത് ഡേറ്റിനാണ് വേണ്ടത്, ഏത് സമയത്താണ് വേണ്ടത്, എനിക്ക് സന്തോഷം എന്നും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തെ സംബന്ധിച്ച് കറക്റ്റാണ്, എന്നും വേണം. അല്ലെങ്കിൽ സന്തോഷം വേണം എന്ന് മാത്രം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നാണ് സന്തോഷം വരുന്നത് അറിയില്ല അല്ലെ. അപ്പോ മെഷറബിൾ എന്ന് പറയുമ്പോൾ എന്നും എന്നോട് ചേർക്കണം. ലളിതമായി പറഞ്ഞതാണ്. അല്ലെ, എന്നും സന്തോഷം വേണ്ടേ? ഒരു ദിവസം മതിയോ? വെള്ളിയാഴ്ച സന്തോഷം ഉണ്ടാവണം എന്ന് എഴുതി വെച്ചേക്കരുത് എന്ന്. അപ്പൊ അവിടെയും സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇനിയോ അച്ചീവബിൾ ആവുന്ന കാര്യങ്ങളെ എഴുതാവൂ. നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ആവാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതാവൂ. എന്ന് വെച്ചാൽ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോ അവരവരുടെ പരിമിതികൾക്ക് നീ അപ്പുറത്ത് നിന്ന്, പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ടായിരിക്കണം അതിനെ എപ്പോഴും ആലോചിക്കുന്നത്. എനിക്ക് ഉദാഹരണം പറയാം. ബിസിനസ് ചെയ്യുന്നുണ്ട്, ദിനേശ് മുങ്ങത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് എഴുതി വെക്കാണ്, എനിക്ക് ജനുവരി 30-ാം തീയതി അംബാനിയെക്കാളും വലിയ പൈസക്കാരനാവണം. ഭയങ്കര സ്പെസിഫിക് ആണ്. എമൗണ്ട് എഴുതി വെച്ചു, കൃത്യമായി എഴുതി വെച്ചു. എത്രയാ ഇന്ന് അംബാനി എത്ര കോടി എന്ന് എനിക്കറിയില്ല. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കോടി കണ്ടുപിടിച്ചു. എന്നിട്ട് പറയും എത്ര ആയിരം കോടി രൂപ ഇവിടെ സമ്പാദ്യമുള്ളത്. എന്താ സുഖമല്ല, ഭയങ്കര ഡ്രീം ചെയ്യാൻ ഭയങ്കര രസമാണ് ഇത് സംഭവം അല്ലെ. ഡ്രീമൊക്കെ ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. എല്ലാം പറ്റും. അംബാനിയെക്കാളും കൂടുതൽ വലിയ പൈസക്കാരനാണ് ജനുവരി 30-ാം തീയതി. മോദി നേരിട്ട് വിചാരിച്ചാൽ നടക്കുമോ? അല്ലെങ്കിൽ മറ്റാരും ദൈവം നേരിട്ട് വിചാരിച്ചാൽ നടക്കുമോ? അങ്ങനെ ഒരു സംഭവം കുറെ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ. എല്ലാവരും കയ്യിലുള്ള എമൗണ്ട് ഇവിടെ വന്നാലും ഞാൻ പണക്കാരനാവോ? അത്രയും വലിയ പണക്കാരനാവും? ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അതിന് ഒരിക്കലും പോസിബിലിറ്റി ഇല്ല. പക്ഷെ അത് സാധിക്കും. ലോങ് ടൈം ആണ്, അതിന് പ്രോസസ് ടൈം ഉണ്ട്. അപ്പോൾ അത് അച്ചീവബിൾ ആവുന്ന രീതിയിലേക്ക് അതിനനുസരിച്ച് സമയബന്ധിതമായി ചെയ്യണം എന്നുള്ളത്. സമയബന്ധിതമായി ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, ഇത് നമ്മളുമായി റിലവന്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. റിലവന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം. നമ്മൾ റിലവന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇപ്പൊ പറയുമ്പോൾ, ഇപ്പോ നിങ്ങൾ സാധാരണ കാര്യത്തെ സംബന്ധിക്കുമ്പോൾ എങ്ങനെ റിലവന്റ് ആവുമെന്ന് വെച്ചാൽ, എന്താ പറയാ, ഞാനിപ്പോ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് കുറെ പറയേണ്ടി വരും. നിങ്ങൾ എന്ത് കണക്ട് ചെയ്ത് നോക്കുക. ഇതുമായിട്ട് നമുക്ക് സംഭവ്യമാകുന്ന കാര്യം അതുമായി നമുക്ക് യോജിച്ചു പോകുന്ന രീതിയിലായിരിക്കണം. ഒരിക്കൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതരുത് എന്നാ പറഞ്ഞതിനാണ്. അതായത് എഴുതുന്ന എന്ത് കാര്യം അത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിരിക്കണം. നിങ്ങൾക്ക് അതുമായിട്ട് വിശ്വാസയോഗ്യമായ രീതിയിലായിരിക്കണം എഴുതുന്നത്. നാലാമത്തെ കാര്യം വെച്ചാൽ സമയബന്ധിതമായിരിക്കണം. സമയം അതിനകത്ത് എഴുതി ചേർത്തേ പറ്റുള്ളൂ. ഇന്ന സമയത്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എഴുതി ചേർത്തേ പറ്റുള്ളൂ. സമയബന്ധിതമായിരിക്കണം. എന്തായിരിക്കണം? അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മളുടെ ഉദ്ദേശമെന്നും അതിലേക്കുള്ള റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞവർക്കെല്ലാം കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. സാർ ഇതിപ്പോ എന്താണ് എഴുതുക എന്നല്ലേ. സാധാരണക്കാരൻ കൺഫ്യൂഷൻ ആയല്ലോ. ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിയാൽ മതി. അത് ബാക്കി ഞാനിവിടെ കറക്റ്റ് ചെയ്തു തരാം. നിങ്ങൾ എഴുതുക എന്നത് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട പ്രവർത്തനം. മറ്റതൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ ഓരോ ആളെയും എടുത്തിട്ട് എങ്ങനെയാണ് മാറ്റപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് മാറ്റപ്പെടുത്തി തരാം. ഡോണ്ട് വറി. അത് ബിസിനസ്സിലായാലും മറ്റതിലായാലും നിങ്ങളുടെ ലക്ഷ്യത്തെ സെറ്റ് ചെയ്യും. ബിസിനസ്സുകാർക്ക് കുറച്ച് കഴിഞ്ഞതേ ഞാൻ ചെയ്യുള്ളൂ. ആദ്യം കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ബിസിനസ്സിൽ പഠിപ്പിച്ചിട്ടാണ് ഗോൾ സെറ്റിംഗ് പോകുന്നത്. മറ്റേ ഗോൾ സെറ്റിംഗ്സുകാർക്ക് നേരെ ഗോൾ സെറ്റിംഗ് ഞാൻ ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾ എഴുതിയതിൽ പാകപ്പെടേണ്ടെങ്കിൽ ഒരു വിഷയമില്ല, അത് ഞാനിവിടെ കറക്റ്റ് ചെയ്യും. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വ്യക്തമായി എഴുതുക എന്നാണ്. എത്ര എഴുതാൻ പറ്റും അത്ര എഴുതണം. ഇതിന് നിങ്ങൾ ഇന്ന് മാക്സിമം ടൈം ഉപയോഗിക്കണം. ടൈം, അതായത് നിങ്ങളുടെ ഇതിന് പറയുന്ന പേരാണ് ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറയുന്നത്. ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇതുവരെ പോയ രൂപത്തിൽ നിങ്ങൾ പോകാതെ കുറച്ച് വ്യത്യസ്തമായി സമയം ചെലവഴിച്ച് സ്വപ്നങ്ങളുടെ പുറകെ ഒന്ന് പോകണം. എല്ലാവർക്കും അറിയാം എനിക്ക് എന്തോ വേണം. ഇപ്പൊ ഒരാൾ മെസ്സേജ് അയച്ചാണ്, ഞാൻ വായിക്കാം നിങ്ങളോട് അറിയാൻ വേണ്ടിട്ട് വായിക്കാണ്.
ഒരാൾ അയച്ച മെസ്സേജ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കില്ല. സാർ, എനിക്ക് അത്യാവശ്യം കുറച്ച് കാശ് വേണം, മണി മാത്രമാണ് പ്രശ്നം, എനിക്ക് ഒന്ന് പറഞ്ഞു തരണം. 2020 2020 തീയതിക്ക് മുമ്പ് അടച്ചു തീർക്കേണ്ട കാശാണ്. 17 പിന്നെ ഏതോ ഒരു ക്ലാസ്സിന് വേണ്ടി കാശ് അടച്ചു. അത് 17 ശേഷമേ ക്ലാസ് തുടങ്ങുമെന്ന് അറിയും. അത്രയും കാലം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് എനിക്കൊരു ക്ലാസ് പറഞ്ഞു തരിക. എത്രയും പെട്ടെന്ന് എനിക്ക് 50 ലക്ഷം രൂപ വേണം. ഏത് ക്ലാസ് ആണ്? അങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആർക്കും കൂടെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ലാസ് ഏതെങ്കിലും ഉണ്ടോ? 50 ലക്ഷം രൂപ പെട്ടെന്ന് കിട്ടാനുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടനായിരിക്കോ? എന്നാ പിന്നെ എനിക്ക് നിങ്ങൾ ഈ ക്ലാസ് എടുത്ത് എന്റെ സമയം കളയണം. എനിക്ക് 50 ലക്ഷത്തിന് ക്ലാസ് സ്വയം ചെയ്താൽ പോരെ? എന്റെ കയ്യിൽ 50 ലക്ഷം വരില്ലേ? സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാ. ഇങ്ങനെ എല്ലാവർക്കും കാശുണ്ടാക്കാൻ തോന്നുമോ? പറ്റുമോ? എന്തായാലും ചിന്തിക്കല്ല കേട്ടോ, ദയവ് ചെയ്ത് ചിന്തിക്കരുത്. നമ്മൾ എല്ലാ ദിവസവും ഇപ്പൊ ഈ വീഡിയോ യൂട്യൂബിലും പോകും. യൂട്യൂബിൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്. അങ്ങനെ ഒന്നും ഒരിക്കലും ആർക്കും കാശുണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാശും ലോകത്ത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാനും പാടില്ല. അത് ലോക നിയതിക്ക് എതിരാണ് എന്നറിയുക. ലോക തത്വത്തിനെതിരെ ആരെ ഇവിടെ പ്രവർത്തിക്കുന്നു അവരെല്ലാം ലോകം തുടച്ചു നീക്കിയിട്ടേ ഉള്ളൂ എന്നറിയുക. സത്യമായിരിക്കണം. നമ്മളെപ്പോഴും മണിയെ പറ്റി പറയുമ്പോൾ അത് സ്പിരിച്വൽ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. എങ്ങനെ? കർമ്മത്തിൽ നിന്ന് മാത്രമേ സമ്പാദ്യം ഉണ്ടാക്കാൻ പാടുള്ളൂ. കർമ്മം മാത്രമാണ് സമ്പാദ്യത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്ന് അറിയുക. മറ്റൊരു വഴിയിലൂടെയും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അതൊന്നും ശാശ്വതമാകില്ല. ഒന്നും ശാശ്വതമല്ല, പക്ഷെ അതിന് ഒട്ടും ശാശ്വതം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളോട് ഇപ്പോൾ പറയുന്നു, പണത്തിന്റെ ലക്ഷ്യമുണ്ടോ? എഴുതൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള എഴുതൂ, എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാം. അത് ലഭിക്കുന്ന കാര്യങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷാർമില എഴുതേണ്ടത്. പിന്നോട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുന്നോട്ട് പോയിട്ട് നമ്മൾ എഴുതി വെച്ചത് കൊണ്ട് ഒന്നും മാറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. മുന്നിലോട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് 2025 എന്ത് വേണം എന്നാണ് ഞാൻ തുടങ്ങി വെച്ചത്. 2025 എന്ത് വേണം, 26 എന്ത് വേണം, 28 എന്ത് വേണം, പിന്നെ ലൈഫ് ലോങ് എത്രയാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലൈഫ് ലോങ്, ആ ലൈഫ് ലോങ്ങിൽ എന്ത് നേടണം. ഞാൻ എഴുതും അടുത്ത 40 വർഷം ഞാൻ എന്ത് നേടണം. നിങ്ങൾ ചിലപ്പോ 50 60 എഴുതിയെന്ന് വരും. ഞാൻ 40 വർഷം വരെയൊക്കെ എഴുതുള്ളൂ. എനിക്ക് അത്രയും മതി കേട്ടോ. അങ്ങനെ ഓരോ ആളുടെയും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എഴുതി തയ്യാറാക്കുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടു പോവുക. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഒരു പണിയും ചെയ്യാതെ, കർമ്മം ചെയ്യാതെ ഫലം ലഭിക്കണമെന്ന് വിചാരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? മീ എന്ന് ടൈപ്പ് ചെയ്യാവോ? കർമ്മം ചെയ്യാതെ ഫലം ലഭിക്കണമെന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാൻ. ഒരു മനുഷ്യനുമില്ല. ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ക്ലാസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോവുക. കാരണം വെറുതെ ഇവിടെ ഇരുന്നിട്ട് കർമ്മം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങൾ കർമ്മം ചെയ്യാതെ തന്നെ, ഇത് ഇവിടെ ഇരിക്കുന്നതും കർമ്മമാണ്. അതായത് ബുദ്ധി കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലും ചെയ്യാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നറിയുക. അങ്ങനെ ആരും ചിന്തിക്കുക. ചിലപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു വികാര വൈപ്പിൽ പറഞ്ഞു പോകുന്നതായിട്ട് ഐ അഗ്രി വിത്ത് ദാറ്റ്. ഇറ്റ് ഇസ് നോട്ട് എനി തിങ്സ്. അവരെല്ലാം വികാരത്തിന് പുറത്ത് പറയുന്ന കാര്യം. പക്ഷെ അങ്ങനെ ഇല്ല. നമുക്ക് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും. മൂന്നാമത്തത് എന്താണ് ഞാൻ പറയേണ്ടത്? മൂന്നാമത്തെ പോയിന്റോ? മൂന്നാമത്തെ പോയിന്റ് റിലവന്റ്, അതായത് സ്മാർട്ട് ആണോ പറഞ്ഞത്? സ്മാർട്ട്, സ്പെസിഫൈഡ്, മെഷറബിൾ, അച്ചീവബിൾ, റിലവന്റ്, ടൈം ബോണ്ട്, ഇതാണോ ഉദ്ദേശിച്ചത്? അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. പ്രസന്നകുമാർ, ദാറ്റ്സ് കറക്റ്റ്. ദാറ്റ്സ് വാട്ട് യു വാണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് പറയാം. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും നമ്മളുടെ അതായത് നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ അലൈൻ ചെയ്തെടുക്കണം. രണ്ടും രണ്ടായിരിക്കും നിങ്ങൾക്കറിയാവും. ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ. സലീം, ടേക്ക് യു ലാസ്റ്റ്. ഈ സെഷന്റെ എൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇടയിൽ സംസാരിച്ചാൽ നമുക്ക് ഇത് പോകും. നമ്മളുടെ യെസ്, അച്ചീവബിൾ. നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവും, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും.
അല്ലെ? ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വപ്നങ്ങൾ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിൽ എവിടെയാണോ നിങ്ങൾക്ക് അലൈൻമെന്റ് നടത്താൻ സാധിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. എല്ലാ സ്വപ്നങ്ങളും സംഭവിക്കുമോ? എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ ലക്ഷ്യമാക്കി മാറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെ? സ്വപ്നങ്ങൾ പലതും വന്നു പോകും. അതെല്ലാം നമുക്ക് ലക്ഷ്യത്തിലേക്ക് കണക്ട് ചെയ്യോ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പല ഉദാഹരണങ്ങളും ഉണ്ടാവും, അല്ലെ? നമ്മള് വഴിയെ പോകുമ്പോ നല്ലൊരു ഡ്രസ്സ് കണ്ടാൽ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞ് നടക്കുന്നതിനെ പറ്റി നമ്മൾ സ്വപ്നം കാണും, ഒക്കെ കണ്ടെന്ന് വരും. ആ സമയത്ത് കണ്ടെന്ന് വരും സ്വപ്നമൊക്കെ, അല്ലെ? ആ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ എന്നെ ഭയങ്കര രസമായിരിക്കും, ആ സാരി എടുത്താൽ സൂപ്പർ ആയിരിക്കും. അങ്ങനെ മറ്റു എക്സ്പീരിയൻസ് ഇതൊന്നും ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ, എന്റെ ഭാഗമല്ല അത്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് ആ സമയത്ത് നിങ്ങൾ സ്വപ്നം കാണുകയൊക്കെ ചെയ്യും, അല്ലെ? അത് ചിലപ്പോ അത് പിന്നെ ആഗ്രഹങ്ങളായിട്ട് മാറിയെന്നവരാ. ആ സാരി ഒന്ന് വാങ്ങിക്കണം കേട്ടോ, ആ ചുരിദാർ ഒന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വണ്ടി പോകുന്ന കണ്ട, ആണുങ്ങളെ സംബന്ധിച്ച് വണ്ടിയൊക്കെ പോകുന്ന കണ്ട, ഇതിൽ ഞാൻ ഓടിച്ചു പോകുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് ചിലപ്പോ സ്വപ്നം കാണും. അത് ചിലപ്പോ ഒരു ആഗ്രഹവുമായി വരും, കാറ് മേടിക്കുന്നത്. പക്ഷെ അതൊരു ലക്ഷ്യത്തിലേക്ക് എഴുതി വെക്കുവോ? എനിക്ക് ആ കാറ് മേടിക്കണം, വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ കുറച്ച് ആൾക്കാരെ അത് ലക്ഷ്യമാക്കി മാറ്റുള്ളൂ. ലക്ഷ്യം അതിനപ്പുറത്തുള്ള സംഭവമായിരിക്കും, വേറെ ഭയങ്കര വാല്യൂ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ലക്ഷ്യമാക്കി പറ്റുള്ളൂ. ഇത് മൂന്നും മൂന്നാണെന്ന് അറിയാം. പക്ഷെ ഇതിന്റെ മൂന്നിനും ഇടയിൽ ഇത് മൂന്നിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു അലൈൻമെന്റ് എവിടെയാണോ നമുക്ക് നടത്താൻ പറ്റുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറുന്നത്. സ്വപ്നങ്ങൾ മാത്രമല്ല യാഥാർത്ഥ്യമാകുന്നത്, ആഗ്രഹങ്ങൾ മാത്രമല്ല, ലക്ഷ്യങ്ങൾ മാത്രമല്ല. ഇത് മൂന്നും ആന്തരികമായി ഒരു അലൈൻമെന്റ് എപ്പോഴാണോ നടക്കുന്നത്, അതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ എന്ന് തിരിച്ചറിയുക. ഇങ്ങനൊരു പോയിന്റ് നിങ്ങൾ എവിടെയും ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഇത് മൈൻഡിന്റെ പ്രത്യേകതയാണ്. സ്വപ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അബോധ മനസ്സിന്റെ സൃഷ്ടിയും, ആഗ്രഹം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബോധ മനസ്സിന്റെ സൃഷ്ടിയും. എന്നാൽ ലക്ഷ്യം എന്ന് പറയുന്നത് ബോധ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത് ഉപബോധ മനസ്സിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന പ്രക്രിയയാണ്. അങ്ങനെ മൂന്ന് സാധനങ്ങളാണ്, അല്ലെ? പൊതുവെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, സ്വപ്നങ്ങൾ കാണൂ, ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പോരാ. നമുക്ക് മൂന്ന് മനസ്സാ ഉള്ളത്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. സ്വപ്നങ്ങൾ എപ്പോഴും അബോധ മനസ്സിലും അബോധ മനസ്സിലും, വിചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നത് ബോധ മനസ്സിലും, ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കുന്നത് ബോധ മനസ്സിലും. അത് കൺവേർട്ട് ചെയ്ത് ഉപബോധ മനസ്സ് സ്ഥാപിച്ച കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ലക്ഷ്യം, സ്വപ്നം, ആഗ്രഹം ഈസ് ഈക്വൽ ടു സക്സസ്. ദാറ്റ്സ് കറക്റ്റ്. യെസ്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു അനിത. ഇനി ഇതിനേക്കാളും എന്താ കൃത്യമായി പറയാം? ആഗ്രഹം വേണം, സ്വപ്നങ്ങൾ പറഞ്ഞ ഇത്രയാണ്. ആഗ്രഹം വേണം, സ്വപ്നങ്ങൾ വേണം, ലക്ഷ്യങ്ങൾ വേണം. പക്ഷെ ഇത് മൂന്നും എവിടെ വെച്ച്, ഏത് പോയിന്റിൽ വെച്ചാണോ നിങ്ങൾക്ക് ഉപബോധ മനസ്സിൽ സൃഷ്ടിക്കാൻ പറ്റുന്നത്, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങൾ വിശദമായി, സ്വപ്നങ്ങളെ എപ്പോഴാണോ വിശദമായി, വ്യക്തമായി, സ്പെസിഫിക് ആയി, ടൈം ബൗണ്ടായി, അച്ചീവബിൾ ആയി, മെഷറബിൾ ആയി ചെയ്ത് നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്നത്, അത് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എപ്പോഴാണോ സ്മാർട്ടായി, ടൈം ബൗണ്ടായി, സ്പെസിഫൈ ആയി, മെഷറബിൾ ആയി, അച്ചീവബിൾ ആയി, റിലവന്റ് ആയി നമ്മൾ എപ്പോഴാണോ പാകപ്പെടുത്തിയെടുക്കുന്നത്, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എപ്പോഴാണോ സ്ഥിരതയോടുകൂടി, സ്ഥിരീകരണങ്ങളോടുകൂടി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നത്, അതാണ് സംഭവിക്കുക. ഇത്രയുമാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സെറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് വിഷയമുള്ളൂ. വൺസ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഉപബോധ മനസ്സിലേക്ക് ഇതിന് സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ സമയബന്ധിതമായി അത് സംഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ല. അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അതിനു വേണ്ടി പ്രവർത്തിച്ചു കളയും. കാരണം പ്രവർത്തിക്കാൻ നമുക്ക് രക്ഷയില്ല. ഉപബോധ മനസ്സ് എപ്പോഴും പോകുന്നത് അതിലേക്ക് തന്നെയായിരിക്കും. കാശുണ്ടാക്കണമെന്ന് ലക്ഷ്യം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചവൻ എന്ത് തൊട്ടാലും അവന് കാശ് തന്നെയായിരിക്കും. കാരണം എന്താണ്? അവൻ ഉപബോധ മനസ്സ് കാശിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മണി എല്ലായിടത്തും പ്രോഫിറ്റ് ഉണ്ടാകുന്നവനെ പറ്റിയേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അവൻ വിറ്റതെല്ലാം പ്രോഫിറ്റാണ്, വാങ്ങിച്ചു വെച്ച സാധനങ്ങളെല്ലാം പ്രോഫിറ്റബിൾ ആയിട്ടേ പോകുള്ളൂ. കാരണം അവൻ എപ്പോഴും കാണുന്നത് എന്താണ്? ഇത് വിറ്റാൽ എനിക്ക് ഇത്ര രൂപ കിട്ടും, ഇത് വിറ്റാൽ എനിക്ക് ഇത്ര രൂപ കിട്ടും. അവൻ അത്രയും കിട്ടുക തന്നെ ചെയ്യും. നമുക്ക് എപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും സംഭവിക്കുന്ന കാര്യം എന്താണ്?
എന്താണെന്നറിയോ? സാധനം മേടിച്ചു വെക്കും, ആദ്യം ആലോചിക്കും ഇത് വിറ്റ് പോകുമോ, ഇത് ഇത്രയ്ക്ക് വിൽക്കാൻ പറ്റുമോ, ചോടാ ഇത് ലാഭം ഉണ്ടാക്കുമോ എനിക്ക് എന്ന് ചോദിച്ച കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റാതിരുന്നുണ്ടാവുള്ളൂ. ഇന്ന രൂപയ്ക്ക് വാങ്ങിച്ച് ഇന്ന രൂപയ്ക്ക് വിൽക്കാന്ന് വിചാരിച്ചവൻ രക്ഷപ്പെട്ടു. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എന്നല്ല, എന്റെ ഡിഗ്രി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ നാട്ടിൽ വെറുതെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് വട്ടച്ചെലവിന്റെ കാശ് ഉണ്ടാക്കാലോ എന്ന്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയപ്പോ ഈ LED ലൈറ്റ്, അന്ന് LED ലൈറ്റ് ഇങ്ങനെ നല്ല പൂജാമുറിയിലേക്ക് വെക്കാൻ ആൾക്കാർ ഉപയോഗിക്കും, ചെറിയ LED ലൈറ്റ്. അങ്ങനെ ഞാൻ പോയി ഇത് കടയിൽ ചോദിച്ചപ്പോൾ എനിക്ക് 120 രൂപയ്ക്ക് LED ലൈറ്റ്, നല്ല LED ലൈറ്റ് പൂജാമുറിയിലൊക്കെ. അത് ഞാൻ പോയി ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചു വന്നു. അപ്പൊ ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്കറിയാം സുഖമായിട്ട് 500 രൂപയ്ക്ക് നാട്ടിൽ വിൽക്കാം, ഒരു സംശയമില്ല. 500 രൂപ ആരായാലും തരും. ഞാൻ അതേ രീതി വന്നപ്പോ കൊണ്ടുവന്നു, ഒരു 10 വാങ്ങിച്ചു വന്നു. ഞാൻ കുറച്ച് പേരോട് ഒരു നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിൽ വെക്കാം, പൂജക്ക് വെക്കാൻ, ഈ പൂജാമുറി ഡെക്കറേറ്റ് ചെയ്യാൻ നല്ലതാന്ന് പറഞ്ഞപ്പോ അവർ ചോദിച്ചു പൈസ എത്ര? 500. ഇത്രേ ഉള്ളൂ. കാരണം ഇത് 500 രൂപ വിൽക്കുമെന്ന് ഞാൻ തീരുമാനിച്ചതാ. 500 രൂപ. അന്ന് 500 പിടിച്ചോ, മേടിച്ചു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ സാധനം വിറ്റുപോയി. വീണ്ടും പോയി, വീണ്ടും അപ്പൊ പിന്നെ അവിടെ തിരിച്ചു പോയപ്പോ അവ 120 പറഞ്ഞത് വേറെ സ്ഥലത്ത് 90 രൂപ കിട്ടാനുണ്ട്. 90 രൂപ മേടിച്ചു വന്ന് ഇവിടെ 500 രൂപ വിറ്റു. ഇത് നമ്മൾ 500 രൂപ സെറ്റ് ചെയ്ത് 500 രൂപ വിറ്റ് പോകും. അപ്പോൾ ഇത് വിറ്റ് പോകുമോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചു കഴിഞ്ഞാൽ വിറ്റ് പോവുകയില്ല. ഇതേപോലെ എന്റെ ഫ്രണ്ട് അന്ന് തന്നെ എന്റെ കൂടെ വന്നു, അവനും ഇതേപോലെ വാങ്ങിച്ചു. അവരുടെ 500 രൂപക്കൊന്നും വിൽക്കാൻ പറ്റില്ല കേട്ടോ, ഇത് 300 350 കൂടുതൽ പോവില്ല. തിരിച്ചു വന്നു, 350 രൂപ വിൽക്കാൻ ശ്രമിച്ചു, അവിടെ നടന്നില്ല. അവസാനം ഞാൻ തന്നെ ഇത് വാങ്ങിച്ചു, വിറ്റിട്ട് അവന് കാശ് കൊടുത്തു. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇത്രയും ലളിതമാണ്, ബിസിനസ്സുകാരോട് പറഞ്ഞതാണ്, വളരെ ലളിതമാണ് ഈ സംഭവം. നിങ്ങൾ ആരും വലിയ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഗോൾ സെറ്റിംഗ്സിനെ പറ്റി മനസ്സിലാക്കി. ഇനി നമ്മൾ നാളത്തേക്ക് ക്ലാസ്സിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വ്യക്തമായി എഴുതുക എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് എഴുതി തീരുവോ? തീരില്ല. 2 ദിവസം കൊണ്ട് തീരുവോ? തീരില്ല. 3 ദിവസം കൊണ്ട് തീരുവോ? തീരില്ല. അല്ലേ? തീരൂല. നിങ്ങൾ ആരും വിചാരിക്കരുത് നാളേക്ക് എഴുതി തീർക്കാവുന്ന, ആർക്കെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ തന്നെ ഇത് എഴുതി എടുക്കാനായിട്ട് ഒരാഴ്ചയെങ്കിലും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സമയമെടുക്കും. അതുകൊണ്ട് ആരും പേടിക്കണ്ട. പക്ഷെ മാക്സിമം നാളെ എഴുതണം. നാളെ ഇതുമായിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്ന ക്ലാസ് യൂട്യൂബിൽ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ട് ജോയിൻ ചെയ്യാണ്ട് നാളെ മുതൽ യഥാർത്ഥ ക്ലാസ് തുടങ്ങും. ഇന്ന് ഞാനൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസിന്റെയും മറ്റുള്ളവർക്കും ഒരു സ്റ്റാർട്ടിംഗ് ആണ്. 1-ാം തീയതി ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ചെയ്തത് മാത്രമാണ്. ഇതിങ്ങനെ എഴുതി തയ്യാറാക്കുക. കൃത്യമായ ക്ലാസ് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ചകചകയായിട്ട് നിങ്ങളെ കൊണ്ട് എഴുതിക്കും. ഞാൻ ജീവിതത്തിൽ മാറ്റപ്പെടുത്താനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതിനാണ് നിങ്ങൾ എനിക്ക് ഫീസ് തന്നിരിക്കുക. അത് ഞാൻ ചെയ്തിരിക്കും നിങ്ങളുടെ അടുത്ത്. യാതൊരു തർക്കമില്ല. യൂട്യൂബ് വീഡിയോ കാണുന്നവരോ ഇനി മറ്റേ വ്യൂസ് ഉള്ളവർക്കോ വേണമെങ്കിൽ നാളത്തെ ഒരു ദിവസം കൂടി ക്ലാസ് ജോയിൻ ചെയ്യാനുള്ള സമയം തരുന്നു. പക്ഷെ നിങ്ങൾ പ്രോമിസ് ചെയ്യണം നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ടും. ബിസിനസ് നിങ്ങളെ ക്യാപ്ഷൻ ഉണ്ട്. ബിസിനസിന്റെ ക്യാപ്ഷൻ ഇതാണ്: നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റും? വൈ യു ഡു ബിസിനസ്? ബിസിനസ് ചെയ്യുന്നവരാണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ഒറ്റ ഉത്തരം മാത്രമേ എനിക്ക് വേണ്ടൂ. ടൈപ്പ് ചെയ്തോളൂ. എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? അല്ല, ബിസിനസ് തുടങ്ങാൻ പോകുന്നവരോട് ഇതേ ചോദ്യം തന്നെയാണ്: എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുകൊണ്ട്, കഴിഞ്ഞ മുമ്പ് ഒരു ക്ലാസ് എടുത്തിരുന്നല്ലേ, അന്ന് ഞാനിത് കാര്യം പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ ആൾക്കാർ പറയും എന്നതാണ്. അവര് പറയണ്ട, കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തവർ പറയണ്ട, മറ്റുള്ളവർ പറയണ്ട. അത് ബിസിനസ് ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഇവിടെ ഞാൻ മറുപടി പറയില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. മറുപടി ഞാൻ പറയില്ല. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നിയിട്ടായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ബിസിനസ് ക്ലാസ്സുകൾ നടന്നു പോകുന്നത്. അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവർക്ക് 2025 ഡിസംബറിന് മുമ്പ് അവര് ബിസിനസ് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടെത്തിച്ചില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിങ്ങൾ പഠിപ്പിച്ചത് ഫീസ് ഞാൻ തിരിച്ചു തരും. നിങ്ങളുടെ ബിസിനസ് ആ ലെവലിലേക്ക് 2025 എത്തിച്ചില്ലെങ്കിൽ. പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, അല്ലാതെ പറ്റില്ല കേട്ടോ. ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നിട്ട് സാറെ 2025 ഡിസംബർ വിളിച്ചു സാറ് പറഞ്ഞതല്ലേ, ഒന്നും നടന്നില്ല കേട്ടോ. അപ്പൊ എന്താ ചെയ്തത്? സാറ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടൊന്നുമില്ല, അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. പ്രാവർത്തികമാകിയാൽ നിങ്ങളുടെ ബിസിനസ് ആ രീതിയിൽ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് കോഴിക്കച്ചവടോ എന്ത് തന്നെ ബിസിനസ് ചെയ്തോളൂ, ആ സംഭവം അവിടെ നടന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും, ഹോട്ടലോ എത്ര വലുതാണോ ഒക്കെ നമുക്ക് സംഭവിച്ചു. ഞാൻ ചെറുതിനെ പറ്റി ആദ്യം പറയണം. എന്താണെന്നറിയോ? ചെറിയ ആൾക്കാർക്ക് ചെറിയ പ്രശ്നവും വലിയ ആൾക്ക് വലിയ പ്രശ്നമാണ്. നമുക്ക് ആദ്യം ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാം, എന്നിട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാം. ഓക്കെ, കറക്റ്റ്. എല്ലാവരും പറഞ്ഞു. ഇത് എത്രത്തോളം ഈ പറഞ്ഞവരോട് ഒരു ചോദ്യം: നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് സംഭവിക്കുന്നുണ്ടോ? യെസ്, സംഭവിക്കുന്നത് രക്ഷപ്പെട്ടു. കറക്റ്റ്. യെസ്.
സംഭവിക്കുന്ന സന്തോഷം. അപ്പോ രണ്ട് കൂട്ടരോടും പറയാണ്, നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ കാണും ഇന്നലത്തെ വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഇതുപോലെ ഇരുന്ന് ചെയ്യാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് വരിക. നിങ്ങളെ ഉയർത്താൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. ഒരു രീതിയിലും കാശും തരണ്ട, ഇങ്ങോട്ട് വരികയും വേണ്ട. ഇവിടെ നിങ്ങൾ സ്വയം ഉയർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള സ്പേസ് ഉണ്ടെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓപ്പൺ ഡിസ്കഷൻ ഉണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങളുണ്ട്, അതിന് വ്യക്തമായ മറുപടി എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ അറിയാത്തതാണെങ്കിൽ പഠിച്ചിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പറയാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ ചോദ്യങ്ങൾ നന്നായി ചോദിക്കുക, എന്താണ് എങ്ങനെ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ആൾ. അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. നേരത്തെ സെമീർ ആരാ ചോദിച്ചത് ആദ്യം അൺമ്യൂട്ട് ചെയ്ത്? ഒരാള്. നല്ല നമ്പറാണ് വന്നിരിക്കുന്നത്, 111. 111 ആൾക്കാർ. പറഞ്ഞോ, ആരാണ്? ഐഫോൺ. സെമീർ നേരത്തെ എന്താ ചോദിച്ചത്? സെമീർ ആദ്യം അൺമ്യൂട്ട് ചെയ്യും. സെമീർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തേ. സമീർ അല്ല, സലീമ. സലീം പറഞ്ഞു. സലീം, നമസ്കാരം സാറേ. നമസ്കാരം. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു സാറേ. ഞാൻ വെറുതെ ഹാൻഡ് റൈസ് ചെയ്താ, കാരണം സാറിന്റെ ക്ലാസ്സിൽ കുറെ നാളായിട്ട് കയറാൻ പറ്റിയില്ലായിരുന്നു. കാരണം എന്റെ കൂടെ പണി ചെയ്യുന്നൊരു പയ്യൻ നാട്ടിൽ പോയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. നിങ്ങൾ ബഹറിൻ? അതെ അതെ അതെ. കുറെ ആയല്ലോ നിങ്ങൾ കാണാതെ. സ്റ്റേഷനറി? അതെ അതെ അതെ, സ്റ്റേഷനറി. കുറെ ആയി നിങ്ങൾ കാണാതെ. കാരണം പിന്നെ ഇയർ എൻഡൊക്കെ അല്ലായിരുന്നു, അന്നേരം ബിസിനസ് കുറെ ഡളൊക്കെ ആയിരുന്നു. അതിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ. എങ്ങനെയായി ഇപ്പൊ? എങ്ങനെയുണ്ട് ബിസിനസ്? ദൈവാനുഗ്രഹത്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൂടാ, ശരിയാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ പേയ്മെന്റ് ഒക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പൊതുവെ. ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ കോമൺ ഫാക്ടർ അല്ലേ? അതുകൊണ്ടാണ് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് കറക്റ്റ് സമയത്ത് സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അതിന്റെ ഒരു വിഷയമാണുള്ളത്. ബിസിനസ് ക്ലാസ് ഏത് ക്ലാസ്സിലുണ്ടോ? ഞാനിപ്പോ ബിസിനസ് ക്ലാസ്സിലുണ്ട്. ഇപ്പൊ ബിസിനസ് ക്ലാസ്സിലുണ്ട്. ഓക്കെ, ആഴ്ചയിൽ 2 ക്ലാസ് ആട്ടോ നമുക്ക്. ഓക്കെ. ടൈം നിങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. 9 മണി തൊട്ട് 10 മണി, ഇന്ത്യൻ സമയം 9 മണി തൊട്ട് 10 മണിയാണ് പറ്റാവുന്ന രീതിയിൽ. 6 കുഴപ്പമില്ല. അതെ, സാറേ എനിക്ക് പറയാനുണ്ട്. ലിസി പറഞ്ഞോ. സാറേ എന്റെ വീട് തൊട്ടിയാണ്. കേൾക്കാമോ സാറേ? സാറേ, മൾട്ടിസൈറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യണത്, ഡെപ്യൂട്ടി അഡ്വൈസറായിട്ട്. അപ്പൊ അവിടെ ബിസിനസ് ഡെപ്യൂട്ടി അഡ്വൈസർ ആണെങ്കിലും സൊസൈറ്റിയുടെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, അവരെ കൊണ്ട് RD FD പോലെയുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റി ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷെ ബിസിനസ്സായിട്ട് തന്നെ കണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ എനിക്കതങ്ങ് മൂവിങ് ആവണില്ല എത്ര നോക്കിയിട്ടും. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് കൊണ്ടുപോകാൻ? കേരളത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? ആൾക്കാർ ലോണിൽ പെട്ട് ഉലയുന്നതാണ് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് പോകുന്നു, ആൾക്കാരിൽ കാശില്ല. യഥാർത്ഥത്തിൽ വിഷയം അവിടെ തന്നെയല്ലേ? നിങ്ങൾക്ക് ആൾക്കാർ കസ്റ്റമർ വേണമെങ്കിൽ അവരിൽ കാശ് വേണ്ടേ? എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് എന്തിനാണെന്നറിയോ? ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനാണ് ആൾക്കാർ എന്റെ അടുത്ത് വരുന്നത്. നിങ്ങൾ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിന് ആളെ വേണം. ഇതിൽ ഏതാണ് ദൈവത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു? ഏതാണ് ദൈവം അംഗീകരിക്കുക? നമുക്ക് ഞാൻ പലപ്പോഴും പറയണേ, ഈ ദൈവത്തിന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്ന്. ഏറ്റവും കൺഫ്യൂഷനായ ഒരു അവസ്ഥ ദൈവത്തിനാണ്. ഏതിനാണ് കേൾക്കേണ്ടത്, ഏതാണ് കേൾക്കാതെ? ഓക്കെ, അത് വേറെ രീതിയിൽ പറഞ്ഞത്, തമാശ രൂപേണ്ട പറഞ്ഞത്. സി, ഇതെല്ലാം പോസിബിൾ ആണ് മാം, എല്ലാം പോസിബിൾ ആണ്. നിങ്ങൾ പോസിബിൾ. ഇവിടെ നമുക്ക് ഉദാഹരണം രാജീവേട്ടൻ, നിങ്ങളുടെ ഇതേ കോൺസെപ്റ്റ് നിന്ന് രാജീവേട്ടനുണ്ട് ഇവിടെ. ഉദാഹരണം സംഭവിച്ച കാര്യങ്ങള് ഒരു ദിവസം എനിക്ക് തോന്നുന്നു രാജീവേട്ടൻ ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങളോട് പറയും എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. അത് പോസിബിൾ ആണ്. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ കേട്ടോ. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് പറ്റും. അതിന്റെയൊക്കെ ടെക്നിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറയാൻ പറ്റും. പക്ഷെ ബിസിനസ്സിൽ പഠിപ്പിക്കുമ്പോൾ അതല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ അതിൽ ചെറിയ ടെക്നിക്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ. ഓക്കെ. അനിത മനോജ് പറഞ്ഞോ. സാറേ നമസ്കാരം സാറേ, നമസ്കാരം. കേൾക്കുന്നില്ലേ കേൾക്കാം. സാറേ? അതെ, സാറ് പറഞ്ഞല്ലോ ആത്മീയതയെ കുറിച്ച് 21 കാര്യങ്ങളാണോ എഴുതേണ്ടത്? ആത്മീയത, വിനോദം അങ്ങനെ പറഞ്ഞല്ലോ സാറേ. ആ ആ ആ ലക്ഷ്യങ്ങൾ. ആ അതെ, ആത്മീയതയെ കുറിച്ച് 21 കാര്യങ്ങളാണോ എഴുതേണ്ടത്? 21 25 എന്നാ ഞാൻ പറഞ്ഞു. 25 25 എല്ലാത്തിലും 25 എഴുതിക്കോളാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും 25 വെച്ച് എഴുതിക്കോളാം. ഈ ആത്മീയത എന്ന് പറയുമ്പോ എന്താ എനിക്ക് മനസ്സിലായില്ല സാറേ. അത് നിങ്ങൾ ആത്മീയതയെ പറ്റി എന്താണ് മനസ്സിലാക്കിയത്? ആത്മീയത എന്ന് പറഞ്ഞ ആത്മീയത ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അത്? എന്താ വെച്ച് കഴിഞ്ഞാ ശരിക്കും കറക്റ്റ് ഓക്കെ. നമ്മുടെ ഈ ഗ്രൂപ്പിനെ അറിയാമല്ലോ, ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് അല്ലെ? ഇവിടുത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കോർ, ഞാൻ പഠിപ്പിക്കുന്ന കോർ ആയിട്ടുള്ള 5 തത്വങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. 5 തത്വങ്ങൾ ഊന്നിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാറുള്ളത്. എന്റെ ഏറ്റവും ബേസ് ആയ പുസ്തകത്തിന്റെ പേരാണ് മനസ്സൊരു വിസ്മയം, മൈൻഡ് ജേർണി ടു ഹാപ്പിനെസ്. ഇംഗ്ലീഷ് പേരാണ് ജേർണി ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള യാത്ര. ഇതാണ് നമ്മുടെ കോർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ അല്ലെങ്കിൽ 5 പില്ലേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളെ ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. ഈ 5 കാര്യങ്ങളെ ബാലൻസ് ചെയ്യാത്ത ഒരാൾക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 കാര്യങ്ങളാണ് ബുദ്ധൻ പറഞ്ഞ അഷ്ടാംഗ മാർഗങ്ങൾ എന്ന് പറയുന്ന പോലെ 5. ഞാൻ 5 കാര്യങ്ങളൊക്കെ അതിനെ ഒന്നുകൂടി ക്രോഡീകരിച്ച് 5ആക്കി കൊണ്ടുവന്നു. ഈ 5 കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. 1, സമ്പത്ത്. പൈസ ഇല്ലാത്തവന് ഒരു തരത്തിലും സമാധാനം ഉണ്ടാക്കാൻ ഈ ലോകത്തും അല്ല ഒരു ലോകത്തും പറ്റില്ല. സമ്പത്ത്, പൈസയല്ല, മണി, വെൽത്ത്. അത് എന്തുമാകാം. വെൽത്തിനെ പറ്റിയൊക്കെ വിശദമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്? ബിസിനസ് ക്ലാസ്സിലാണോ ഗോൾ സെറ്റിംഗ്സിലോ? ബിസിനസ് ക്ലാസ്സിൽ. ഓക്കെ, എളുപ്പം. ഓക്കെ, ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ വലിയ മസ് പിടിക്കണം. അത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു. ബിസിനസ്സിൽ ആത്മീയത വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിപ്പിച്ചത്. അപ്പോ ലക്ഷ്യം, പണമില്ലാതെ അല്ലെങ്കിൽ സമ്പത്തില്ലാതെ ഒരുത്തരും അർത്ഥമില്ല. രണ്ടാമത്, സമ്പത്ത് ഉണ്ടായാൽ ആരോഗ്യമില്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് യാതൊരു വിലയുമില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തുണ്ടാവണമെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ബന്ധങ്ങളില്ലെങ്കിൽ, ലോകവുമായോ മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷിമൃഗ എന്തിനോടായിട്ടും അവന് ബന്ധങ്ങളില്ലെങ്കിൽ അവൻ വെറും എന്ത് പേരിലാണ് വിളിക്കപ്പെടുന്നത്? ജഡം അല്ലേ? ഒരു ബന്ധമില്ലാത്തവൻ പിന്നെ ജഡത്തിന് തുല്യമാണ്, യാതൊരു അർത്ഥവുമില്ല. നാലാമത്തത്, ഇതെല്ലാം ഉണ്ട്, ഒരിക്കലും അവൻ ജീവിതത്തെ ആസ്വദിക്കാൻ അറിയില്ല, എന്റർടൈൻമെന്റ് അറിയില്ല, വിനോദം എന്ന് പറയുന്ന സംഭവമില്ല. എങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റാത്തതിന് ജീവിതം ഉണ്ടായിട്ട് ഒരു അർത്ഥമില്ല. 4 കാര്യങ്ങൾക്ക് ഇതായല്ലോ, അതിൽ സംശയമില്ലല്ലോ. ഇല്ല, സംശയം. അപ്പൊ ഞാൻ ആരാണ്? ഇതെല്ലാം അനുഭവിക്കുന്നത് ഞാൻ ആരാണ്? എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, എനിക്ക് വിനോദമുണ്ട്, എല്ലാം ഉണ്ട്. ആരാണ് ഞാൻ? ഹുവാമായി. ഇവിടെയാണ് ആത്മീയത. ഇതാണ് ആത്മീയത എന്ന് പറഞ്ഞത്. അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അവിടെ കിടക്കും ആത്മീയത. ഹരി ഓം ഹരി ഓം പറയുന്നത് മാത്രമല്ല ആത്മീയത. അത് ആത്മീയതയുടെ വശമേ അല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അനിതയ്ക്ക് പെട്ടെന്ന് ഒരു 1-2 കാര്യങ്ങൾ ആത്മീയത പറഞ്ഞാൽ ഒന്നും പിടികിട്ടില്ല ആ സമയത്ത്. കാരണം അവനവന്, സിമ്പിളായിട്ട് പറഞ്ഞാൽ അവനവന് അറിയുക. ഞാൻ ഏത് വിനോദോപാസനയിൽ പെട്ടാൽ എനിക്ക് സന്തോഷമുണ്ടാകും, ഞാൻ ഏത് തരത്തിലെ ബന്ധങ്ങളിൽ ചെന്നുപെട്ടാൽ എനിക്ക് സന്തോഷമുണ്ടാകും, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, ഏത് തരത്തിലുള്ള സമ്പത്ത് ഞാൻ ഉണ്ടാക്കി എനിക്ക് സന്തോഷമുണ്ടാകും. ഇത് അറിഞ്ഞവന് മാത്രമേ ആത്മീയത ഉള്ളൂ. സമ്പത്തിന്റെ പിറകെ പോകും. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടിരുന്നു. ആദ്യം കുറെ സ്വർണം ബിസിനസ്സും ഒക്കെ ആയി, പിന്നെ അവസാനം ഇടി വെടി കറി കൊന്ന് കലക്കല് എല്ലാം കഴിഞ്ഞ അവസാനം ജീവിതം തകർന്നു, ജീവിതമില്ല, പൈസയും പോയി, എല്ലാം തീർന്ന അവസ്ഥ. ആത്മീയത ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം അവൻ എന്ത് വേണം എന്ത് വേണ്ട എന്ന് അവന് തിരിച്ചറിയാൻ സാധിക്കും.
മനസ്സിലായാലും ഏത് ചെയ്താൽ ഞാൻ ക്ഷീണിതനാവും, ഏത് ചെയ്താൽ ഞാൻ ക്ഷീണിതനാവില്ലെന്നറിയും. ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് ഇന്ന് ഏഴാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് ഞാൻ ഈ ദിവസം ഇരിക്കുന്നത്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്നിലുള്ള ആത്മീയത കൊണ്ടാണ്. ആത്മീയത എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര സമയം വേണേലും സംസാരിക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് എന്നിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഇതാണ് ആത്മീയത. ഇത് ലഭിക്കാനായിട്ട് നമ്മൾ പല മാർഗങ്ങളിലൂടെ പോകേണ്ടി വരും. ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ മരത്തിന്റെ അടിയിൽ പോയി ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ വെള്ളത്തിൽ എന്താ പറയാ സ്വിമ്മിംഗ് പൂളിൽ പോയി ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ ഷവറിന്റെ അടിയിൽ മണിക്കൂർ ഇരിക്കേണ്ടി വരും. അങ്ങനെ പല പല പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഇന്ന പ്രോസസ്സാണെന്ന് ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല. എല്ലാം കൂടുന്നതാണ്. ചിലവർക്ക് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാലും ഇത് ലഭിക്കും. മറ്റു ചിലവർക്ക് എത്ര ധ്യാനത്തിൽ കൂടിയാലും ഇത് നടന്നു വരില്ല. അത് ഓരോ ആളുടെയും വ്യത്യാസമാണ്. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നത്. എന്താണോ നീ അത് തന്നെയാണ് നീ. അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഞാനും ദൈവവും ഒന്നാണ്, ഒരേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണെന്ന് എപ്പോഴാണോ ഒരുത്തം കണ്ടെത്തുന്നത് അവന് ആത്മീയത ഉണ്ടാകും. ചെറിയതായിട്ട് എവിടെയും ചെറിയൊരു പോയിന്റ് കിട്ടിയോ? കിട്ടി സാറേ. ബാക്കി പതുക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. അത് ആത്മീയത കാര്യമല്ല. കാരണം എന്നെ മനസ്സിലാക്കാനാണല്ലോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അവരെ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലേ. അവരെ മനസ്സിലാക്കാൻ എനിക്ക് എളുപ്പമാണ്. അവർ നോക്കിയാൽ, അവർ പറഞ്ഞാൽ, അവരൊക്കെ സംസാരിച്ചാൽ എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്നെ മനസ്സിലാക്കാനാണ് എനിക്ക് സമയം വേണ്ടത്. കാരണം എനിക്കറിയില്ല ഞാൻ ആരാണെന്ന് അല്ലേ. അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്നെ മനസ്സിലാകുമ്പോൾ ഈ വിഷയങ്ങളൊന്നും ഇല്ല. എനിക്ക് എന്നെ മനസ്സിലാക്കാനാണ് ഏറ്റവും പാട്. ഇതാണ് ആത്മീയതയുടെ ആവശ്യം. അടുത്ത ചോദ്യം. താങ്ക് യു സാർ. ഹലോ സാറേ. ചോദിച്ചോ. സാറ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാറ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, എന്താണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ള ഒരു കാര്യം. അപ്പൊ നമ്മളത് ഉദ്ദേശിക്കുന്ന സാറേ, അത് നമ്മൾ എന്താണ് അതിനകത്ത് കൂടെ നമ്മളത് എന്താണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് സാർ? അതൊന്നുകൂടെ ഡിഫൈൻ ചെയ്ത് തരാൻ പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ആവശ്യം? അതായത് നമ്മൾ ആരായിത്തീരണം, നമ്മളുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ എന്തിലൂടെ പോകണം എന്നാണോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് സാറേ? എന്തിലൂടെ പോകണം എന്നല്ല, നമ്മൾ ആരായി തീരണം. അതായത് ഇപ്പൊ നമ്മൾ എന്താ, ഞാൻ പറയാം, ഉദാഹരണം പറയാം, നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ ചോദ്യം എന്നിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അന്ന് ഞാൻ എഴുത്തുകാരനാണോ, എഴുതാനൊക്കെ താല്പര്യമുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കവിതകൾ എഴുതും, കഥകളൊക്കെ ചെയ്യുമായിരുന്നു. ഈ ചോദ്യം എന്നിലൂടെ പോയപ്പോൾ ഞാൻ ചേർത്ത് വെച്ച ഒരു പേരാണ് ഓതർ എന്നുള്ളത്. എന്റെ പേരിന്റെ കൂടെ ഞാൻ ഓതർ എന്ന് ചേർത്തു. കാരണം ഞാനതാണ്. രണ്ടാമത് ഞാൻ ചേർത്ത് വെച്ചു നിങ്ങളെയൊക്കെ ഇങ്ങനെ സംസാരിക്കാനും ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും ഹാപ്പിനെസ് നൽകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എഴുതി വെച്ചു ഹാപ്പിനെസ് ലൈഫ് കോച്ച് എന്ന്. ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റിയാൽ ഇനിയിപ്പോ എന്താണ്? ഇനിയിപ്പോ നിങ്ങൾ എന്നെ അറിയപ്പെടുന്ന എന്ത് പേരില്ല? നിങ്ങൾ എന്നെ അറിയപ്പെടാൻ പോകുന്ന ആദ്യത്തെ പേര് ദിനേശ് മുഖത്ത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് എന്താണ് നിങ്ങൾ എന്റെ മനസ്സിൽ വരിക? നിങ്ങളുടെ മോട്ടിവേഷൻ അല്ലെ? ആ എഴുത്തുകാരനല്ലേ? അതെ. ഇങ്ങനെയാണ് അറിയപ്പെടുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ എഴുതി വെച്ചാൽ പിന്നെ നമുക്കത് സംഭവിക്കും. ഇപ്പൊ എന്റെ പേരിന്റെ ടാഗ് ലൈനിന്റെ കൂടെ എനിക്ക് ഓതർന്നും ഹാപ്പിനെസ് ലൈഫ് കോച്ച് എന്നും മെന്റർ എന്നും എഴുതി വെക്കാൻ എനിക്ക് ഒരു വൈമിഷ്യം ഉണ്ടാവില്ല. കാരണം ഞാൻ അതാണെന്ന് ഞാൻ സ്വയം അംഗീകരിച്ചു. അപ്പൊ നിങ്ങൾ അംഗീകരിക്കും. അല്ലാത്തടത്തോളം കാലം ആൾക്കാർ അംഗീകരിക്കില്ല നമ്മുടെ. താങ്ക് യു സാർ. എനിക്ക് ക്ലാരിഫിക്കേഷൻ അതിന്റെ കിട്ടി. അടുത്ത ചോദ്യം ശ്രീദേവി ചോദിച്ചോ. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ വരുന്നതും കേൾക്കുന്നതും. 2-3 ദിവസമായി ഓൺലൈനിൽ കേൾക്കാൻ തുടങ്ങിയിട്ട്, സൂമിൽ കൂടെ. എന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ഇതിൽ കയറിയത്. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഡയറക്ട് സെല്ലിങ്. ഇപ്പൊ വളരെ സാമ്പത്തിക പരാധീനതയിലുള്ള ആളാണ്, മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് കരകയറണം. കാരണം ഒരുപാട് ബിസിനസ്സുകൾ മുമ്പ് നോക്കിയിരുന്നു. ബിസിനസ് ആണല്ലോ. അതെ, ബിസിനസ് ക്ലാസ്സിൽ അതെ. ഓക്കെ, നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാം കേട്ടോ. അവിടെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സുമിന അൺമ്യൂട്ട് ചെയ്തോ. അൺമ്യൂട്ട് ചെയ്യാൻ ഞാൻ അവിടെ വരില്ല. അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ കോട്ടയത്തേക്ക് വരില്ല.
അൺമ്യൂട്ട് അവിടെ പ്രസ് ചെയ്യൂ, ഫോണിൽ പ്രസ് ചെയ്യൂ അൺമ്യൂട്ട്. പോയോ? അൺമ്യൂട്ട് ആരുടെയാണ്? സുമിന സംസാരിച്ചോ. ശബ്ദം വരുന്നില്ലല്ലോ. ആ, സൗണ്ട് വരുന്നില്ല. മൈക്കിൽ ഇതിൽ ഓപ്പൺ അല്ല. ബിനു ബാബു പറഞ്ഞു. സർ സാർ സർ ഞാനൊരു മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഞാൻ ബിനു ബാബു സാറിന്റെ ക്ലാസ് കേട്ട് പല ക്ലാസ്സുകളും ഞാൻ കേട്ടു. ഞാൻ അന്നേരം അതിലൊരു സംതൃപ്തയാണ്. ഞാനിപ്പം വീട്ടിലൂണിന്റെ സംരംഭം തുടങ്ങാനുള്ള ഒരിലേക്ക് വന്നേക്കുവാണ്. അപ്പൊ അതിന്റെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. സാറാണ് അതിനെല്ലാം വഴികാട്ടിയായിട്ട് തന്നത്. വീട്ടിലൂണോ? ഇപ്പൊ അതിന്റെ വീട്ടിലൂണ് സംരംഭം തുടങ്ങുക, ഞങ്ങൾ 3 പേര് കൂടിയുള്ള. അതെ, ഇപ്പൊ അതെല്ലാം കണ്ടപ്പോ എനിക്കൊരു വിശ്വാസം വന്നു, മുന്നോട്ട് പോയാൽ വിജയിക്കുമെന്നുള്ളത്. ഞാനൊരു അടുക്കളക്കാരിയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒക്കെ ഒരു ആയി തീരണമെന്നുള്ളത് മനസ്സിൽ കേറിയിട്ടുണ്ട്. ഞാൻ അതിനായിട്ട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അല്ലേ? അങ്ങനെ സാറിന്റെ പ്രാർത്ഥന എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഞാൻ ഇതിനെ തുടക്കം ഇട്ടേക്കുവാ. ഓക്കെ, നോ പ്രോബ്ലം, വിൽ ഡു ഇറ്റ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് വീട്ടിലെ ഭക്ഷണം എത്തിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. ജിന ബാബു പറഞ്ഞു. ജിഷ ബിജു ആരാ? ജിന ബാബു പറഞ്ഞു. സർ ഞാൻ ഗോൾസ് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് എനിക്ക് ട്രാവൽ ഭയങ്കര ഒരു ഹിൽ ഏരിയ പോണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അൺഫോർച്ചുനേറ്റ് പെട്ടെന്നൊരു ടീം പഴനിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വെറുതെ ചോദിച്ചു, മാം പോരുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് ഞാൻ പോരാം. അങ്ങനെ ഞാൻ പഴനി അവിടെ അമ്പലത്തിലെ മുരുകനെ ദർശിച്ചു. ആ ഹിൽ ഏരിയയിൽ എനിക്ക് ഫസ്റ്റ് എന്റെ 31st എനിക്ക് പോവാൻ പറ്റി. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് സാധിച്ചതിൽ ഒത്തിരി ചെയ്ത് അതിന്റെ ആ ഒരു പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഫസ്റ്റ് യാത്ര അതിലെനിക്ക് ഒത്തിരി ഹാപ്പിയുണ്ട്. പിന്നെ മറ്റുള്ളതെല്ലാം നന്നായി പോകുന്നു. സ്കൂളിന്റെ കാര്യങ്ങളും എല്ലാം നന്നായി പോകുന്നു. അതുകൊണ്ട് ഡെയിലി സാറിനെ ഓർത്ത് സാറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ. ഓക്കെ സാർ, ഹാപ്പി ഒന്ന് പറയണം തോന്നി. ഞാൻ ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഓർമ്മയിൽ ഞാൻ ഉണ്ടാവുക, എന്റെ ഓർമ്മയിൽ നിങ്ങൾ ഉണ്ടാവുകയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സുഷമ, ഞാന് 1 മാസമായിട്ട് സാറിന്റെ ഈ ക്ലാസ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് അതിനകത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. ഞാൻ അന്ന് തൊട്ട് സാറിന്റെ എല്ലാ ക്ലാസ്സുകളും കുറേശ്ശെ കേൾക്കുമായിരുന്നു. പക്ഷേ സാർ ഒരു ദിവസം അതിനകത്ത് എഴുതി, നിങ്ങൾക്ക് എന്താവശ്യം വേണം അത് നിങ്ങൾ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞ അന്ന് ഞാൻ അതിനകത്ത് കയറി. അന്ന് എനിക്ക് ഒരു 50 ലക്ഷത്തിന്റെ ഒരു ആവശ്യം വേണം എന്ന് ഞാൻ എഴുതി. എനിക്ക് അതിന്റെ പിറ്റേ ദിവസം തന്നെ 40 ലക്ഷം രൂപ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എനിക്കൊരു വീട്, എന്റെ വീട് 2 കൊടുത്താണ് 2018 വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി നാശനഷ്ടം 45 ലക്ഷം രൂപയോളം പോയി. ഞാൻ ഒന്നേന്ന് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്നാണ്. എനിക്ക് കേറ്ററിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം വിജയിച്ച് ഇങ്ങനെ ഓരോന്ന് വന്ന് കടങ്ങൾ വീട്ടിൽ വരുമ്പോ ഇങ്ങനെ എനിക്കൊരു ഭവനം വേണം. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എനിക്ക് ആ ഒരു ഇത് വെച്ച് ഞാൻ എഴുതി വെച്ചു. എനിക്ക് പിറ്റേ ദിവസം 40 ലക്ഷം രൂപയോളം കിട്ടി. ഞാനൊരു ഫ്ലാറ്റ് എടുത്തു. ഡിസംബർ 25 മുമ്പേ കയറി താമസിക്കണം എന്ന് ആഗ്രഹിച്ചു. 22-ന് ഞാൻ കയറി താമസം തുടങ്ങി. എനിക്കത് വലിയ സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് എന്നെ ഒത്തിരി അനുഗ്രഹപ്രദമാക്കി. 100,000 നന്ദിയുണ്ട് സാറിനോട്. ഞാൻ ഇന്നും ഇപ്പൊ ക്ലാസ് എടുക്കും. ഇന്ന് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തു. ഇനി സ്ഥിരം എനിക്ക് കേൾക്കണം. അനേകർക്ക് ഞാൻ ഇതിനെപ്പറ്റി സാറിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ഇത് കേക്ക്, നിങ്ങള് ഇതിൽ കൂടി മെഡിറ്റേഷൻ ഒക്കെ എടുത്ത് രക്ഷപ്പെട് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു സുരേഷ്. ഇത് മറ്റുള്ളവർക്ക് ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഗോൾ സെറ്റിംഗ്സിലാണ് ഉള്ളത്? ഗോൾ സെറ്റിംഗ് ക്ലാസ്സിൽ ഇപ്പൊ കയറിയിരിക്കുന്നത് ഞാൻ.
ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ബിസിനസ് ആണോ ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങൾക്ക് കേറ്ററിംഗ് ഉണ്ട്. കാറ്ററിംഗ് ബിസിനസ് അല്ലേ അപ്പൊ അല്ലേ? ആണ്, ബിസിനസ്സാ. ഹസ്ബൻഡ് മരിച്ചുപോയി, മോൻ പിന്നെ അത് തുടർന്ന് പോകുന്നു. ഇപ്പം ഒരുമാതിരി കേറ്ററിംഗ് നല്ലതായിട്ട് വരുന്നു. തഥാസ്തു. ഇനിയും 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 ഉയരങ്ങൾ താണ്ടാൻ സാധിക്കട്ടെ. അതുകൂടെ താങ്ക് യു സർ. അടുത്ത ഹാൻഡ് റൈസ് ചെയ്ത് സൂസൻ അൺമ്യൂട്ട് ചെയ്തു. ആ സാർ, ഞാൻ 2 മെസ്സേജ് ഇട്ടിരുന്നു സാർ, കണ്ടില്ലെന്ന് എനിക്കറിയില്ല. ഇന്ന് നല്ല തിരക്കായിരുന്നു സൂസൻ, കണ്ടിട്ടില്ല. അല്ലല്ല, ഞാൻ 2 ദിവസം മുമ്പേ ഇട്ടത്. ബിസിനസ് ക്ലാസ്സിൽ കയറിയിട്ട് ഒരു ചിന്ത ഉണ്ടായി, അത് പക്ഷെ സാറിന് ഫസ്റ്റ് ഞാൻ അത് കൊണ്ട് തന്നത്. ആണോ? ഓക്കെ ഓക്കെ, ഞാൻ കണ്ടില്ല സൂസൻ. അപ്പൊ സാറ് പിന്നെ നോക്കുക. പിന്നെ ഞാൻ അടുത്തൊരു 20 ഡേയ്സ്, ഈ ജനുവരി 20നുള്ള എന്റെ ആ ഒരെണ്ണത്തിന് ഒരു പ്രോപ്പർട്ടിയുടെ ഒരു അതിന് അത്രയും ടൈം കൂടി ഉള്ളൂ. അത് ജനുവരി അല്ലേ നമ്മൾ സെറ്റ് ചെയ്തത്? അപ്പം ജനുവരിയിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു സാറിന്റെ ക്ലാസ്. ഞാൻ ഒരു ശരിക്കും ബിസിനസ് ക്ലാസ്സിലെ ആ ഫസ്റ്റ് ഇത് കയറിയപ്പോ എനിക്കൊരു പെട്ടെന്നൊരു തോട്ട് ഉണ്ടായതാണ്. ഇന്ന് ശരിക്കും എല്ലാവരും അലൈൻമെന്റിലേക്ക് എത്തുമ്പോഴായിരിക്കണം ശരിക്കും അത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റാർട്ടിങ് ഒക്കെ ആയതുകൊണ്ട് അല്ല, നമുക്കത് നമുക്ക് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്യാം. ഡോണ്ട് വറി. അപ്പൊ അത് ഞാൻ സാറിന് ചെറുതായിട്ടൊരു തോട്ട് ഇട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സാറൊന്ന് കേൾക്കണം. സൂസൻ വിചാരിച്ച കാര്യം ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. അത് തന്നെ. ഇല്ലല്ലോ. ഇല്ല. എന്നെക്കാളും വലിയ മാനിഫെസ്റ്റേഷൻ പവറുള്ള ആളാണ്. പിന്നെന്തിരിക്കുന്നു? സാറപ്പോ ഞാന് ഒരു തോട്ട് ഇട്ട് സാറിന് തന്നിട്ടുണ്ട്. അത് പക്ഷെ എനിക്ക് സാറിന്റെ ഇതില്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒന്ന് പോക്കിയാണേ, ഞാൻ എനിക്കത് കുറെ പുറകിലോട്ട് പോയിട്ടുണ്ട്, കണ്ടെത്താനില്ല. ഒന്ന് പോക്കിയാണേ. ഓക്കെ. അപ്പം സാറിനോട് പറയാതെ എനിക്കത് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഒരു ബിസിനസിന്റെ ഒരു ഇത്. അപ്പം നമ്മൾ എല്ലാരും അലൈൻമെന്റിലേക്ക് ഒന്ന് എത്താതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സാറിന് അത് ഡിസിഷൻ ഞാനത് കേട്ടിരുന്നു. ഇല്ല, I have some objection in that. അതിനെപ്പറ്റി ഞാൻ കൃത്യമായി പിറ്റേസം പറഞ്ഞുതരാം കേട്ടോ. അത് ഞാനൊരു തോട്ട്, അതാ ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല സാറിന്. അതിന്റെ എന്റെ ഒരു മനസ്സിലാവുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ കൂടെ I fully object that one. ഓക്കെ. നമ്മുടെ എന്റെ ബിസിനസ് പോളിസിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് പഠിക്കാം, ബിസിനസ് പഠിക്കാം, അപ്പൊ മനസ്സിലാവും. ഏതായാലും ബിസിനസ് ക്ലാസ്സിലുണ്ടല്ലോ, ബിസിനസ് പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവും കേട്ടോ. അപ്പൊ അറിയില്ല, അതാ എന്റെ ഒരു ഡൗട്ട് ആയിരുന്നു. അതായത് പബ്ലിക് അങ്ങനെ ചോദിക്കാൻ പറയുന്നത് സാറിന് അത് തന്നെ നമുക്ക് നോക്കാം. അതിനെപ്പറ്റി നമുക്ക് പിന്നെ വിശദമായി പ്ലാൻ ചെയ്യാം. ഓക്കെ. താങ്ക് യു സാർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സെലിബ്രേഷൻസ്. നിങ്ങൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ബിസിനസ് ക്ലാസ് തുടങ്ങിയത് ഒരു ഭയങ്കര ഹാപ്പി ആയി എനിക്ക്. എന്റെ ഏറ്റവും ഹാപ്പി മൊമെന്റ് ആണ്. എനിക്ക് നമുക്ക് ആവശ്യമായ കാര്യം പെട്ടെന്ന് വരുന്നല്ലോ എന്നുള്ള ഞാൻ തന്നെ ഓർക്കും. എന്തോ ഈ അടുത്ത എന്ത് ക്ലാസ് ആയിരിക്കും സാറിന്റെ. നമ്മൾ പലതും ഇത് ചെയ്തതല്ലേ. അപ്പം പിന്നെ അടുത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ക്ലാസ് ഇപ്പം വന്നു. ബിസിനസ് ക്ലാസിന്റെ ഫീസ് ചോദിക്കുന്നു. ജംഷി ചോദിച്ചു ബിസിനസ് ക്ലാസിന്റെ ഫീസ്. ബിസിനസ് ക്ലാസിന്റെ ഫീസ് പെർ മന്ത് 1000 റുപ്പീസേ ഉള്ളൂ. ഒരു മാസത്തേക്ക് 1000 രൂപയാണ്. അത് മന്ത്ലി ഉള്ള വീക്കിലി 2 ക്ലാസ് വെച്ച് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു ദിവസം 2 ദിവസത്തെ ക്ലാസ് അല്ല, ലോങ് പ്രോസസ് ആണ്. വളരെ ചെറിയ പൈസ മേടിക്കുന്നുള്ളൂ. കാരണം ബിസിനസിന് കുറെ കാര്യങ്ങൾ സാധാരണക്കാരന് മനസ്സിലാവണം, അവര് പ്രായോഗികമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നിട്ടാണ് ഈ 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഇടയ്ക്ക് വന്ന് പോരുത്. ഒരാഴ്ചയിൽ 2 നിങ്ങൾക്കെല്ലാം പറ്റുന്ന സമയത്താണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റണം. ഒരു ദിവസം 2 ദിവസം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല. ബിസിനസ് കുറച്ച് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ പൈസയാണ് ഇത് വാങ്ങിക്കുന്നത്. ബിസിനസ് ക്ലാസ്സിലൊന്നും ഒരിക്കലും 1000 രൂപയ്ക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആൾ. ഒന്നുമില്ലാന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വാങ്ങാം. നാളെ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് അറിയും എവിടെയൊക്കെ ക്ലാസ് വരുന്നത്. നിങ്ങൾ ആ ഗ്രൂപ്പ് മാത്രം നോക്കുക. ജനുവരി മുതൽ കംപ്ലീറ്റ് ഹാപ്പിനെസ് മാസ്റ്ററുടെ ക്ലാസ്സുകൾ എല്ലാം മാറിയിട്ടുണ്ട്. പഴയ പോലെ ഒന്നും ഗ്രൂപ്പിൽ പോയി തപ്പിയാലൊന്നും ഉണ്ടാവില്ല. മെമ്പർഷിപ്പ് നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സിൽ
മെമ്പർഷിപ്പ് ആണ് ഇപ്പൊ വരുന്നത്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ സൂമിൽ ഇനി മുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതല്ലേ ബാക്കിയുള്ളവർക്ക് നേരെ യൂട്യൂബിൽ പോയി കാണാം. നമുക്ക് ഏതെങ്കിലും കോഴ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ എടുക്കാം. ചിലവർക്ക് കോമൺ ആയിട്ട് എല്ലാ ക്ലാസ്സും പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓരോ ഓരോ കോഴ്സ് എടുക്കുന്നവർക്ക് സെപ്പറേറ്റും ക്ലാസ് ഉണ്ടാവും. അങ്ങനെയാണ് ഇനി മുതൽ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ യൂട്യൂബിലേക്ക് ഈ സാധനം വരും. പക്ഷെ അതിന്റെ മെയിൻ ഭാഗങ്ങള് ഇഗ്നോർ ചെയ്തുകൊണ്ടായിരിക്കും യൂട്യൂബിൽ വരുന്നത്. ഈ ക്ലാസ് അതേപോലെ ഉണ്ടാവും കേട്ടോ നാളത്തിൽ. കാരണം ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആർക്കെങ്കിലും ബിസിനസ് ക്ലാസ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ജോയിൻ ചെയ്യാം. ഗോൾ സെറ്റിംഗ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കാം. മറ്റെല്ലാ നമ്മുടെ ക്ലാസ്സുകളും എല്ലാ ക്ലാസ്സുകളെ പറ്റിയിട്ടും ഓരോ പോസ്റ്റുകൾ ഉണ്ട്. അതിൽ നോക്കി വരാം, അല്ലെങ്കിൽ അഡ്മിനെ വിളിക്കാം. പക്ഷെ ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങൾ അഡ്മിനെ വിളിക്കുമ്പോൾ സമയവും കാലവും സന്ദർഭവും ഒക്കെ നോക്കണേ. അവർക്കും ഉറങ്ങണം. 12 മണിക്ക് വിളിച്ചിട്ട് 2 മണിക്കൂർ സംസാരിച്ചേക്കരുത്. പാവങ്ങളാണ്, അവർക്കും ജോലി ചെയ്ത് ഉറങ്ങാനുണ്ട്. ഒരു 10 മണിക്ക് ശേഷം വിളിക്കാതിരിക്കുക. ഒരു 8 മണിക്ക് ശേഷം വിളിക്കുക. അതിനുള്ള സമയത്ത് വരുമ്പോൾ ഒന്ന് നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കുക. നമ്പർ എഴുതി വെച്ചോളൂ. പിന്നെ വിളിക്കാമല്ലോ, ആ സമയത്ത് തന്നെ വിളിക്കണം. ചില ആൾ 3:30 മണിക്കൊക്കെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ട് എനിക്ക് കോൾ വരുന്നുണ്ട് രാവിലെ 3:30 മണിക്ക്. എന്താ മറുപടി പറയും അല്ലെ? അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ നമ്പർ കിട്ടി, സാറിന്റെ മെസ്സേജ് അയക്കുമ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും 30 മിനിറ്റും വോയിസ് അയക്കരുത്. ആ പോർഷൻ മാത്രം പറഞ്ഞു വെച്ചാൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നേരത്തെ ഒരാൾ വോയിസ് അയച്ച പോലെ കാശ് കിട്ടാനുള്ള എളുപ്പ വഴികൾ ആലോചിച്ചിട്ട് വിളിക്കരുത്. എന്റെ കയ്യിൽ അങ്ങനെ ഒരു വഴിയില്ല. സത്യമായിട്ട് പറയാണ്. ഞാൻ കൃത്യമായി മാത്രമേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ. അല്ലാതെ കാശ് കൈ കിട്ടാനുള്ള എളുപ്പ വഴികളൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഈ വരുന്നതൊക്കെ അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം മാത്രമാണ്. അത് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ. താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭ നിദ്ര. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.